ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ. ത്രിപുരാന്തകൻ ത്രിപുരങ്ങളിലും ഉള്ള 3 അസുരന്മാരെ വധിച്ച് ആ പുരങ്ങളെ അഗ്നിക്ക് വിധേയമാക്കിയത് കൊണ്ടാണ് മഹാദേവന് ത്രിപുരാന്തകൻ എന്ന പേര് വന്നത്. ഇന്ന് തിരുവാതിരയെ കുറിച്ച് ഇന്നലെ ഒരു പ്രഭാഷണം നടത്തി. അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല. തിരുവാതിര എന്താണെന്ന് ചോദിച്ചാൽ പലരും ഒരു നോമ്പാണ്, ഒരു വ്രതാണ്, അതിനും അപ്പുറം മുത്തശ്ശി പാടും ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ പിറന്നാളല്ലോ കുളിക്കണം പോൽ. ഇതില് ധനുമാസത്തിൽ തിരുവാതിര ഭഗവാന്റെ പിറന്നാളാ എന്നുള്ളത് വരെ നമ്മൾ ഇപ്പോഴും ആചരിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് തുടിക്കലും കുളിക്കലും ഒക്കെ ഇല്ലാതെ ഇല്ലേ. മുത്തശ്ശിമാർക്കൊക്കെ അറിയാം, പണ്ട് തിരുവാതിര എന്ന് പറഞ്ഞാൽ 7 ദിവസം മുമ്പ് തന്നെ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാ ഹൈന്ദവന്റെ ഗ്രന്ഥം പറയുന്നത്. 4 മണി 3:30 കഴിഞ്ഞാൽ അമ്മ എഴുന്നേൽപ്പിക്കും എല്ലാവരും. എന്നിട്ട് പുഴകളില് കുളങ്ങളില് ഒക്കെ പോയിട്ട് ശ്രീ പരമേശ്വരന്റെ കീർത്തനങ്ങൾ ചൊല്ലി തുടിച്ച് തൈര് കലക്കുക എന്നാ പറയാ. എന്താണോ ഈ വെള്ളം ഇങ്ങനെ കുലുക്കുമ്പോഴേ പൂർണ്ണചന്ദ്രനാണ്. ഇന്നലെ പൗർണമി പൂജയൊക്കെ നടത്തും ശിവക്ഷേത്രങ്ങളില്. പൗർണമി പൂജ എന്താ ആദിത്യം ദർപ്പയാമി സോമം ദർപ്പയാമി. സോമനാണ് ആര്? നവഗ്രഹങ്ങളിൽ ഒരാളാണ് ചന്ദ്രൻ. ചന്ദ്രനെ പൂജിക്കും. പൂർണ്ണചന്ദ്രൻ തിരുവാതിരയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആ നിലാവെളിച്ചത്ത് ഈ തൈര് പോലെ ഒരു വെളുത്ത കളറ് വെള്ളത്തിന് നമുക്ക് കാണാം. അതിനൊപ്പം നമ്മളങ്ങനെ പരമേശ്വരന്റെ കീർത്തനങ്ങൾ പാടും. പരമേശ്വരന്റെ പ്രത്യേകത എന്താ? ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് ദേവതകളുണ്ട്. പക്ഷേ സന്ധ്യാവന്ദന സമയത്ത് എന്താ പ്രാർത്ഥിക്കാന്നോ? തളികയിൽ നിന്ന് വെള്ളം എടുത്ത് കൈ ശുദ്ധമാക്കി മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം പ്രാതസന്ധ്യാവുപാസിഷ്യേ. ശ്രീ പരമേശ്വരൻ, പരമ ഈശ്വരൻ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ദേവതകൾ പലതുണ്ട്. മഹാദേവന്റെ പേരിൽ മാത്രമാണ് മഹേശ്വരൻ, പരമേശ്വരൻ എന്ന് പറഞ്ഞ് ഈശ്വരൻ ചേർത്ത് പറയുന്നത് നമുക്ക് കാണും. കാരണം തന്ത്രശാസ്ത്ര വിധി പ്രകാരം ഏറ്റവും ഉയരങ്ങളിലാണ് മഹാദേവന്റെ സ്ഥാനം. ഈ പ്രപഞ്ചം സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് തന്നെ മഹാദേവൻ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒരു പ്രതിഷ്ഠാദിനൊന്നും നമ്മൾ നടത്തില്ല. എല്ലാ അവതാരങ്ങളും അവതരിച്ചതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തു പോയിട്ടുണ്ട്. മഹാദേവൻ ഇന്നും ആദിദേവനായി അനന്തനായി അങ്ങനെ നിലകൊള്ളുക. ആദിദേവനായ മഹാദേവൻ ഈ പ്രദക്ഷിണം തന്നെ നോക്കൂ, മുക്കാലെ പ്രദക്ഷിണം വയ്ക്കൂ. എന്തുകൊണ്ടാ? പറഞ്ഞില്ലേ, തന്ത്രശാസ്ത്ര വിധി പ്രകാരം ആദിദേവനാണ് മഹാദേവൻ. മഹാദേവന് മുക്കാലാകുമ്പോഴേക്കും നമ്മളുടെ ആ പ്രദക്ഷിണം പൂർത്തിയാകും. എങ്ങനെയാ പ്രദക്ഷിണം പൂർത്തിയാകുന്നേ? നമ്മളൊരു ദേവന്റെ മുന്നിൽ ചെന്ന് നിന്ന് ആദ്യം നിങ്ങൾ എങ്ങനെയാ തൊഴുതത്? ആദ്യം ക്ഷേത്രപാലകന്മാരുണ്ട് അവിടെ, അവരുടെ സമ്മതം വാങ്ങിച്ചിട്ട് നാലമ്പലത്തിലേക്ക് അങ്ങോട്ട് കടക്കുക. ഈ നാലമ്പലത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ ഇങ്ങനെ നീങ്ങി പോകുന്ന ഒരു അനുഭവം കിട്ടിയില്ലേ എന്ന് ശിവേലി കഴിഞ്ഞപ്പോൾ? അങ്ങനെ മഹാദേവനെ ചെരിഞ്ഞും ചാഞ്ഞും നമ്മൾ നോക്കും. ഇവിടെ മഹാദേവന്റെ മുഖം തന്നെ അമിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ എന്താ കാണുന്നത്? ശിവലിംഗ. അതിനും ഒരുപാട് തത്വങ്ങളുണ്ട്. ഈ മഹാദേവന്റെ കണ്ണ് തുറന്നിരിക്കുന്ന ആ മഹാദേവന്റെ രൂപം കണ്ട് തിരുനടയിലെത്തിയ നന്ദികേശ്വരനെ കാണും. നന്ദികേശ്വരന്റെ വലതു ഭാഗത്ത് നിന്ന് ആദ്യം നന്ദിയെ വണങ്ങണം. നന്ദികേശ്വരന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ക്ഷേത്രപാലകന്റെയും നന്ദികേശ്വരന്റെയും സമ്മതം വാങ്ങിച്ച് നന്ദികേശ്വരന്റെ വലതുവശത്ത് നിന്ന് ആദ്യം തൊഴുത് ഇടത്തുവശത്ത് വന്ന് നിന്ന് മഹാദേവനെ തൊഴണം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ മുക്കാൽ പ്രദക്ഷിണം. കാരണം എന്താണോ? ഈ കൈകൾ ഇങ്ങനെ കൂട്ടി തൊഴുത് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ വിരലുകളും ചേർന്ന്, കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങൾ നടക്കും. അത് ഒരു നല്ല എനർജി നമ്മുടെ ശരീരത്തിന് നൽകും. കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക ഊർജം നൽകി നമ്മളെ ഇവിടെ ഇങ്ങനെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങളാണ്. ക്ഷേത്രത്തിൽ വന്ന ഒരു പ്രത്യേക എനർജി അല്ലേ? വീട്ടിൽ നിൽക്കുമ്പോൾ അതുണ്ടോ? ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്. ഇവിടുത്തെ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ. കാരണം എന്താ? മഹാദേവന്റെ ആ ചൈതന്യം, പ്രത്യേകിച്ചും ഉത്സാഹമുള്ളത്. എന്താ ഉത്സവത്തിന് പ്രത്യേകത? മഹാക്ഷേത്ര കണ്ടോ, കൊടിക്കൂറയൊക്കെ ഉയർന്നിരിക്കുന്നു, കൊടിയേറി, എന്തെല്ലാമാണ് നോട്ടീസില്. അതന്നെ ഇരുന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഈ ക്ഷേത്രത്തില് ഇത് കഴിഞ്ഞ് കൊടിയേറുമ്പോൾ, ഉത്സവം കൊടിയേറുമ്പോൾ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കും. ഇപ്പൊ അവിടെ തിരുമേനി ഇരുന്നിട്ട് കലശമൊക്കെ പൂജിക്കുന്നു കണ്ടില്ലേ? അതിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്. ഈ കലശങ്ങളൊക്കെ ആടി ഭഗവാന് പ്രത്യേക പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചൈതന്യ ലോപം സംഭവിക്കുന്ന ക്ഷേത്രത്തില് ആ ചൈതന്യം, വിട്ടുപോയ ചൈതന്യം വീണ്ടും തിരിച്ച് ആ പ്രതിഷ്ഠയിലേക്ക് ആവാഹിക്കാൻ ഈ കലശമാടുമ്പോഴും പ്രത്യേക പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കഴിയും. സാധാരണത്തെ പൂജകൾ ഇപ്പൊ അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ശിവേലി കഴിഞ്ഞപ്പോൾ അയ്യോ കയറാറായിട്ടില്ല കേട്ടോ എന്ന് ഭക്തജനങ്ങൾക്കറിയില്ല. അവരോടി കയറാൻ വേണ്ടി ചെന്നു. അതുകൊണ്ടാണ് ഉത്സാഹമുള്ളതാണ് ഉത്സവം എന്ന് പറയുന്നത്. ഉത്സവ സമയത്ത് പ്രത്യേക പൂജകൾ നടക്കുമ്പോൾ ആ ക്ഷേത്രദേവന്റെ ചൈതന്യം വർദ്ധിച്ച് അത് നാലമ്പലത്തിനുള്ളിലും പുറത്ത് മതിലിൽ കണ്ടോ, മര്യാദ എന്ന മതിലിന് പറയാ. ക്ഷേത്രദേവന്റെ പാദങ്ങളാണ് പുറത്തുള്ള ഗോപുരം. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ ഷട്ടൊക്കെ ഊരി ചെരുപ്പൊക്കെ മാറ്റി നമ്മൾ വളരെ സൗമ്യമായിട്ട് അകത്തേക്ക് പ്രവേശിക്കുക. ക്ഷേത്രദേവന്റെ സ്ഥൂലമായ ശരീരമാണ് ഈ ക്ഷേത്രം മുഴുവനായിട്ട്, മതിൽക്കെട്ട് ഗോപുരം വരെ. ക്ഷേത്രദേവന്റെ സൂക്ഷ്മമായ രൂപമാണ് ആ പ്രതിഷ്ഠ. അങ്ങനെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പ്രദക്ഷിണം പതുക്കെ എവിടെ ചവിട്ടിയാ നടക്കുന്നത്? ദേവശരീരത്തിൽ ചവിട്ടിയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത്. ഒരു എണ്ണ എണ്ടിയവളെ പോലെ, ഗർഭിണിയെ പോലെ വേണത്രേ പ്രദക്ഷിണം. ഓട്ടപ്രദക്ഷിണം ചെയ്യരുത്. കാരണം ദേവശരീരത്തിൻ്റെ കാലുകളാണ് പ്രദക്ഷിണ വഴി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇന്നത്തെ ഇപ്പൊ നടന്ന പ്രത്യേകത ശിവേലി. ഒരു കാര്യമെങ്കിലും നോട്ടീസുള്ളത് പറയണല്ലോ. എന്താ ശിവേലി? ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രീ ഭൂതബലിന്നും വായിച്ചു കാണും. ശിവേലി നടന്നു. എപ്പം തുടങ്ങി? 6:15 ശിവേലി തുടങ്ങി. ശിവേലി സമയത്ത് ചില ക്ഷേത്രങ്ങളിൽ ആനപ്പുറത്താണ് ഭഗവാൻ എഴുന്നള്ളുക.
ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ തിരുമേനി തന്നെ തടമ്പ് പിടിച്ച് നിൽക്കും. ഇവിടെ അങ്ങനെയാണ് കണ്ടത്. എങ്ങനെ ആവട്ടെ, ക്ഷേത്രദേവനെ അവിടെ പ്രതിനിധീകരിക്കുന്ന ആ തിടമ്പ് തിരുമേനി എടുത്തുകൊണ്ട് വരുമ്പോൾ ക്ഷേത്രദേവൻ മറ്റുള്ള ഭൂതഗണങ്ങൾക്ക് പുറമേ കൂടെ പ്രദക്ഷിണം വെക്കുമ്പോൾ കുറേ ബലിക്കല്ലുകൾ കണ്ടു. ആ ബലിക്കല്ലുകൾ എല്ലാം നേദ്യം ഇങ്ങനെ തൂവി തൂവി പോയില്ലേ. ഈ ശിവനിക്കൊപ്പം പോയവർ കണ്ടിട്ടുണ്ടാവും. ആ നേദ്യം തൂവുമ്പോൾ എന്താ സംഭവിക്കണേന്നറിയോ? ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക്, ഭഗവാന് വലിയ ഇഷ്ടമാക്കുന്ന ഭൂതഗണങ്ങളെ, ഈ ഭൂതഗണങ്ങൾക്കൊക്കെ അന്നം നൽകുന്നത് കണ്ട് സന്തോഷിക്കാൻ ആനപ്പുറത്ത് എഴുന്നള്ളി വരികയാണ് ശ്രീ മഹാദേവൻ. അതാണ് ശിവേലി. അങ്ങനെയാണെങ്കിൽ അകത്തും ഇങ്ങനെ ആ ബലിക്കല്ലിലൊക്കെ ബലി തൂവാറില്ലേ? അതാർക്ക് വേണ്ടിയിട്ടാ? പുറത്തുള്ളത് ഭൂതഗണങ്ങളാണെങ്കിൽ ക്ഷേത്രത്തിനകത്തുള്ളത് അഷ്ടദിക്പാലകന്മാരാ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു വലിയൊരു ബലിക്കല്ല്. അത് ആ ബലിക്കല്ല് ബലിപീഠം ഭഗവാന്റെ അരക്കെട്ടാണ്. അത്ര ഉയരത്തിലായിരിക്കും മഹാദേവന്റെ പ്രതിഷ്ഠ ഭഗവാനും ഇരിക്കുന്നത്. അത്രയും ഉയരം, അരക്കെട്ടിനൊപ്പം ഭഗവാൻ ഇരിക്കുന്ന അത്ര ഉയരത്തിലാ വലിയ ബലിപീഠം നമ്മൾ കാണുക. ഈ ബലിപീഠത്തിലും അഷ്ടദിക്പാലകരുണ്ട്. അകത്ത് പിന്നെ ഇങ്ങനെ ഒരു 9 കുറ്റികളെ കണ്ടിട്ടില്ലേ? അത് സപ്തമാതൃക്കളാ. സപ്തം എന്ന് പറഞ്ഞാൽ 7 ഉള്ളൂ. ബാക്കി 2 ആരൊക്കെയാ? ഭൈരവനും ഗണപതിയും. ഇങ്ങനെയാണ് സങ്കല്പം. ഈ സപ്തമാതൃക്കൾക്കും അഷ്ടദിക്പാലകന്മാർക്കും എല്ലാം നേദ്യം കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ് എന്ത്? ശിവേലി അല്ലെങ്കിൽ ശ്രീ ഭൂതബലി എന്ന് പറയുന്നത്, ബലി തൂകുന്നത്. അതും കുറച്ച് സമയം കഴിഞ്ഞാൽ അവരതൊക്കെ വൃത്തിയാക്കി നമ്മൾ വീണ്ടും അകത്ത് കയറി. ഭൂതഗണങ്ങൾ ഒന്നിച്ചു വരിക. ശിവന്റെ ഭൂതഗണങ്ങൾ മഹാവികൃതികളാ. അതുകൊണ്ടാണ് അയ്യോ ഇപ്പം ഇങ്ങോട്ട് വരല്ലേ, അവിടെ വൃത്തിയാക്കിയതിന് ശേഷം അങ്ങോട്ട് കയറാവൂ. അത്രയേ ഉള്ളൂ അതിലെ സങ്കല്പം. ഇനി ശിവേലി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. മുളപൂജ എന്നൊക്കെ കണ്ടില്ലേ? നവധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് അങ്കുരാദി, അത് പടഹാദി, അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങളാണ്. ഇനി ഇന്ന് എനിക്ക് തന്നിട്ടുള്ള വിഷയം, ടീച്ചറെ എന്താ വിഷയം പറയണേന്ന് ചോദിച്ചു. കഴിഞ്ഞ വർഷം സപ്താഹവേദിയിൽ ഇവിടെ വന്നിട്ട് പശുവിൻ്റെ പ്രാധാന്യം അതാ പറഞ്ഞത്. കാരണം ഇപ്പം തിരുവാതിരയ്ക്ക് എന്താ ചെയ്യുക? മമ്പണി എടുക്കും പണ്ടൊക്കെ അല്ലേ. ഇപ്പൊക്കെ കട്ട വിരിച്ചു, ആകെ സിമെൻ്റായി, കാലിന് വലിയല്ലോ. ആ മണ്ണിൽ ചാണകം മെഴുകിയിട്ട് ഇങ്ങനെ അതിൽ ചവിട്ടി നടക്കണം. മുത്തശ്ശി ചെരുപ്പിടില്ല. എന്താ കാരണം എന്നറിയോ? അവർക്ക് ആരോഗ്യമുണ്ട്. ഒരു അക്യൂപങ്ക്ചർ ചികിത്സയാണത്രേ ചെരുപ്പിടാതെ. നാച്ചുറോപ്പതിയിലൊക്കെ പോയാൽ രാവിലെ അങ്ങനെ നമ്മളെ നടത്തിക്കും. ഈ ചാണകം മെഴുകിയ പ്രത്യേകത എന്താണോ? ഇപ്പം ഇന്നലെ മകീര്യം നോറ്റി കഴിഞ്ഞാൽ വൈകുന്നേരം തിരുവാതിര തുടങ്ങുന്നതിന് മുമ്പായിട്ട് എട്ടങ്ങാടി നേദിക്കുക എന്ന് പറയും. എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ അങ്ങാടി പോയിട്ടാണല്ലോ ഇപ്പം നമ്മളൊക്കെ വാങ്ങിക്കുന്നത്. ചേന, ചേമ്പ്, കാച്ചില്, കപ്പ. അപ്പം നിങ്ങൾ കൂട്ടിയില്ലേ ഇവിടുന്ന് രാവിലെ? ആ 8 തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉമി, ചാണകം മെഴുകിയ നിലത്തുള്ള ഉമിയിലിട്ടിട്ട് ചുട്ടെടുക്കും. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് കുനുന്നന അരിയും. എന്നിട്ട് അതിനെ ധാന്യങ്ങളില്ലേ, മമ്പയറോ മുതിരയോ ഒക്കെ വേവിച്ചിട്ട് അതും ചേർത്ത് അതിൽ ശർക്കരപ്പാവും നാളികേരവും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ എട്ടങ്ങാടി. ഈ എട്ടങ്ങാടി നേദിച്ചത് എല്ലാവർക്കും കൊടുക്കും മകീര്യത്തിൻ്റെ അന്ന്. എന്തിനങ്ങനെ ചെയ്യുന്നത്? നമ്മളുടെ ഭാഗത്ത്, നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് ഈ സമയത്താണ് ഇപ്പോൾ കാവത്ത്, ചേന, ചേമ്പൊക്കെ വിളവെടുക്കുക. നമ്മൾ വളർത്തി ഉണ്ടാക്കിയ ആ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യപ്രദമാണ്. എന്താ എല്ലാവരും പ്രചരിപ്പിച്ചേ? ഓരോ എണ്ണ കമ്പനികളൊക്കെ പറഞ്ഞു അയ്യോ കൊളസ്ട്രോൾ, വെളിച്ചെണ്ണ കൂട്ടണ്ട, പാം ഓയിൽ. ആ കമ്പനിക്കാർ വളർന്നു, അവർ നന്നായി. നമ്മളുടെ ശരീരം പോയില്ലേ? നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ വളർന്നുണ്ടാകുന്ന മരങ്ങളിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എന്താ? വെളിച്ചെണ്ണ തന്നെ. ഇതൊക്കെ നമ്മൾ മനോധർമ്മ പ്രകാരം മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് തിരുവാതിര എന്നല്ല ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഹൈന്ദവന് ഒരുപാട് അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. ആ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഹര ഹര മഹാദേവ, ഹര ഹര ശിവശങ്കര, പാർവതീപതയേ നമഃ, ഹരേ നാരായണ. ഇനി നമ്മുടെ ശിവപുരാണത്തിനെ കുറിച്ച് പറയാം. മഹാദേവ ക്ഷേത്രമായതുകൊണ്ട് പ്രത്യേകിച്ചും എല്ലാവരും ഇപ്പം ഭാഗവതത്തിന് പുറകെ. ഇവിടെ ഭാഗവത സപ്താഹം നടത്തിയിരുന്നത്.
അപ്പോൾ ഓരോ വ്യക്തികളും ചോദിക്കും, ടീച്ചറെ ഏറ്റവും ഉയരത്ത് ഭാഗവതാണല്ലോ അല്ലേ? അല്ല, ഭാഗവതത്തിനെ താഴ്ത്തി പറയുന്നതല്ല. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാ അടിസ്ഥാന ഗ്രന്ഥം? വേദങ്ങളാണ്. വേദങ്ങൾ എന്ന് പറയാൻ കാരണം 4 വേദങ്ങളുണ്ട്. ഈ വേദങ്ങളെല്ലാം എഴുതിയത് ആരാണെന്ന് നമ്മുടെ വിചാരം? വേദവ്യാസൻ. അപ്പം പറയും അതും അല്ല. വേദവ്യാസൻ ഇതൊക്കെ എഴുതിയതൊന്നും ഇല്ല. ഒരുപാട് മാമുനിമാർ, മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാർ അവരുടെ തപസ്സിലൂടെ, മനനത്തിലൂടെ, ധ്യാനത്തിലൂടെ അവർക്ക് കിട്ടിയ അറിവിനെ ഗ്രന്ഥങ്ങളിൽ, താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു. ആർക്ക് വേണ്ടി? അടുത്ത തലമുറകൾക്ക് വേണ്ടി. അപ്പൊ എന്താ അവരുടെ സവിശേഷത? അവർ ഈ ലോകം ഇങ്ങനെ ജനനം, മരണം, വിവാഹം, ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടപ്പോ കുറച്ച് ബുദ്ധി കൂടുതലുള്ള അല്ലെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹമുള്ള മാമുനീശ്വരന്മാർ ചിന്തിക്കുക, എന്താ ഇങ്ങനെ, ഇവിടെ നോക്കിയാലും ദുഃഖമാണ് കൂടുതൽ, കുറച്ചേ നമ്മൾ ചിരിക്കുന്നുള്ളൂ, ഇതിനെന്താ കാരണം എന്ന് ചിന്തിച്ചു. അതിനുവേണ്ടി അവര് ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്തു. എന്താ ഹിമാലയത്തിന്റെ പ്രത്യേകത? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടത്, യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു അർജുന. ഇപ്പോൾ ഈ നടക്കുന്നത് ജപയജ്ഞം. ഇപ്പം ഇഷ്ടംപോലെ ജപങ്ങൾ നടക്കുന്നുണ്ട്. പണ്ട് കാലത്ത് രാജസൂയ യാഗങ്ങൾ, അശ്വമേധ യാഗങ്ങൾ ഒക്കെ നടന്നിരുന്നു. തപസ്, കഠിനമായ തപസ്, ഹോമങ്ങൾ ഒക്കെ നടത്തിയിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാലോ. അതിന് തുല്യമാണ് കലികാലത്തിൽ നടത്തുന്ന ഈ ജപയജ്ഞം അല്ലെങ്കിൽ ജ്ഞാനയജ്ഞം. ഒരുപാട് അമ്പലങ്ങളിൽ ജപിക്കുന്നുണ്ട്. കാരണം ഇതാ, യജ്ഞാനാം ജപയജ്ഞോസ്മി, ഞാൻ യജ്ഞങ്ങളിൽ ജപയജ്ഞമാകുന്നു അർജുന. സ്ഥാവരാണാം ഹിമാലയ, സ്ഥാവര ജംഗമ വസ്തുക്കളിൽ ഞാൻ ഹിമാലയമാകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അത് അറിഞ്ഞ് ആരാധിക്കുക. ക്ഷേത്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ജപം. വെറുതെ വന്നിങ്ങനെ തൊഴുതു പോകുന്നത് മാത്രം അല്ല ഭക്തി. അതൊരു LKG മാത്രം. കുഞ്ഞു സത്സംഗങ്ങൾ, കുട്ടി പ്രഭാഷണങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടെ ശ്രദ്ധയോടെ ഇരിക്കുക. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആർക്കേ ലഭിക്കൂ ജ്ഞാനം? ശ്രദ്ധ ഉള്ളവന്. ഗീത പറയുന്നതാ. ഇവിടെ ഇപ്പോൾ മഹാദേവന്റെ ക്ഷേത്രത്തില് തിരുവാതിര ഇന്നലെ വൈകുന്നേരം ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായി. നിങ്ങൾ ഉറക്കൊഴിച്ചില്ലേ? എന്തിനാ ഉറക്കൊഴിക്കുന്നത്? ജാഗ്രത ഉണ്ടാകുന്നതാണ് ഉറക്കമൊഴിക്കൽ. ഈ ശിവരാത്രി ആയാലും നമ്മൾ എന്തെങ്കിലും പരിപാടി വെച്ചിട്ട് ഉറക്കൊഴിക്കും. കാരണം ഉറക്കൊഴിക്കുന്ന ഈ ആഘോഷങ്ങൾ ഇവിടെ കാണുള്ളൂ അല്ലേ, ശിവക്ഷേത്രങ്ങളിൽ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനസ്സിനെ ജ്ഞാനത്തിലേക്ക് ഉണർത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാം ഉറക്കത്തിലാണ്. എന്തുറക്കത്തിലാ? അജ്ഞാനത്തിൽ. അജ്ഞാനതിമിരാന്ത ചൊല്ലാറില്ലേ? ഹരത്യജ്ഞാനതിമിരാന്തസ്യ ഹര ഇതി എന്നാ പറയാ. അതായത് ഈ മഹാദേവ, ഈ അജ്ഞാനം നീക്കി ആ അജ്ഞാനത്തെ ഹരിച്ചു കളയണമേ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന. അതുകൊണ്ടാണ് മഹാദേവനെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറക്കം ഉണർന്നിരുന്ന് ജാഗ്രതയോടുകൂടി, പകലെന്താ നാനാത്വ, പലതും നമ്മുടെ കണ്ണിലേക്ക് കയറി വരും. രാത്രി ഏകത്വ, എല്ലാം ഒരുപോലെ, ഒന്നും നമ്മൾ കാണില്ല. ജാഗ്രതയോടുകൂടി ഈശ്വര സ്മരണയിൽ ഇരിക്കാൻ കഴിയുക രാത്രി ഉറക്കം ഒഴിച്ചാലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉറക്കം ഒഴിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, അജ്ഞാനത്തിൽ നിന്നും നമ്മളങ്ങോട്ട് ഉണർന്നാൽ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ നമുക്ക് ജ്ഞാനം ലഭിച്ചാൽ ആനന്ദം, പരമാനന്ദ. മഹാദേവന് തുല്യായി. മഹാദേവന് എപ്പോഴും സന്തോഷ, ചിരിച്ചുകൊണ്ട് അങ്ങനെ ജപിച്ചിരിക്കുക. എന്താ ജപിക്കണേന്നറിയോ? രാമ 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 പാഹിമ. അപ്പൊ ശ്രീ പാർവതി ദേവി ചോദിച്ചുത്രേ, ഈ മഹാദേവ അങ്ങല്ലേ ലോകനാഥൻ, പിന്നെ ആരെയാ അങ്ങ് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണേ? അപ്പൊ പറഞ്ഞത് എന്താ? രാമനാമം എന്തിനു തുല്യമാണ്? സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനി. സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം. രാവണനും രാമനും ഭജിച്ചത് പക്ഷെ ആരെയായിരുന്നു? ശിവനെ ആയിരുന്നു. പാണ്ഡവന്മാർ പൂജിച്ചത് ശിവലിംഗത്തെ ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ കയറി വരാറില്ലേ? പഞ്ചപാണ്ഡവർ പൂജിച്ച ആ ശിവക്ഷേത്രങ്ങളിൽ നിന്നും കടലിറങ്ങിപ്പോയി എന്നും ഒരുപാട് പേര് അവിടെ പോയി തൊഴുതു എന്നൊക്കെ. അവരെല്ലാം ആദിദേവൻ
സ്വരൂപനായ മഹാദേവനെയാണ് പൂജിച്ചത്. ഇങ്ങനെ വേദങ്ങൾ മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാർ രചിച്ച വേദങ്ങൾ 4 വേദങ്ങളാക്കി ഒന്ന് സംയോജിപ്പിച്ചു, അതായത് വ്യസിച്ചു. അതുകൊണ്ടാണ് വേദവ്യാസൻ എന്ന പേര് ആർക്ക് വന്നത്? കൃഷ്ണദ്വൈപായനന് വന്നത്. നമുക്ക് തന്നതൊക്കെ ആരെന്നറിയോ? ഒരു മുക്കുവ സ്ത്രീയുടെ മകനാ. വലിയ വലിയ ബ്രാഹ്മണര് തന്നു എന്നാ നമ്മുടെ വിചാരം. നമ്മുടെ മനസ്സിലൊക്കെ എന്താ? അയ്യോ, വലിയ ഋഷീശ്വരന്മാര് തന്നതല്ലേ എന്നാ. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാ പറയുന്നത് മഹാഭാരതം. ഈ ജഗത്തില് ഉള്ളതെല്ലാം വ്യാസഭഗവാൻ തന്നതാ, അല്ലാതെ ഒന്നും നമുക്കില്ല എന്നാ പറയുന്നത്. വ്യാസനാരാ? വിഷ്ണു തന്നെയാ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ എന്നാണ് ഗ്രന്ഥം പറയുന്നത്. ഇനി ഈ 4 വേദങ്ങൾ അങ്ങനെ ഉണ്ടായി. ഈ 4 വേദങ്ങളിൽ നിന്നും ഓരോ ശാഖകൾ ഓരോ മാമുനിമാർക്ക് കൊടുത്ത് ഓരോരുത്തര് ഓരോ സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കാനും ഏൽപ്പിച്ചു. അങ്ങനെ ഒരുപാട് ശൃംഖലകൾ അതിലുണ്ട്. ഈ വേദങ്ങളാണ് അടിസ്ഥാന ഗ്രന്ഥം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ചൊല്ലുന്ന എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ജ്ഞാനപ്പാന വരെ ഏറ്റവും ചെറിയ കുട്ടി പുസ്തകം വരെ ഉള്ളത് വേദതത്വ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഈ താഴെയുള്ള കുട്ടി ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായി? ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാ ചോദിക്കുക, എത്ര എണ്ണം, ഏതൊക്കെ കൂടിയാ വായിക്കുക? ഒന്നും വേണ്ട, മറ്റുള്ളവർക്കൊക്കെ ഒന്നേ ഉള്ളൂ. അത് എങ്ങനെ ഉണ്ടായി എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയണം. കാരണം ഈ വേദങ്ങളെല്ലാം ടഫ് സംസ്കൃതമാണ്. ഈ കലികാലത്തിലുള്ളവർക്ക് ബുദ്ധിയും ആയുസ്സും ആരോഗ്യവും ഒക്കെ കുറവാണ്. കൃഷ്ണൻ യുദ്ധം ചെയ്യുമ്പോൾ എത്ര വയസ്സാണെന്നറിയോ? 125 വയസ്സാ. ചുരുചുരുക്കോടെ ചിരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കൃഷ്ണനെയാണ് നമുക്ക് ആ ഗീതാ പുസ്തകത്തിൽ കാണുക. അപ്പോഴും നല്ല യൗവനായിരുന്നു അത്ര. ഇപ്പം നമുക്ക് 40 ആവുമ്പോഴേക്കിനല്ലേ, 40 ആവണ്ട, 23 ആകുമ്പോഴേക്ക് തല നരച്ചു അല്ലേ, 40 ആകുമ്പോഴേക്ക് നടക്കാൻ വയ്യ, 50 ആകുമ്പോഴേക്ക് കട്ടലുമ കയറുന്ന അവസ്ഥയാണ്. ആയുസ് കുറവാത്രേ. കലികാലത്തിൽ എല്ലാവരും ഹ്രസ്വ ഗായകന്മാരായിരിക്കും. ഹൈറ്റ് വെയിറ്റ് ഉള്ളവർ കുറവല്ലേ കുട്ടി കുട്ടി മനുഷ്യന്മാരെ കാണുന്നത്. ഭീമനും അർജുനനും ഒക്കെ എത്ര വലുപ്പമായിരുന്നു? അത് ഏത് യുഗത്തിലാ? ദ്വാപര യുഗത്തിലാ. 4 യുഗങ്ങൾ 4 വേദങ്ങൾ. ഇനി ഈ വേദങ്ങൾ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് കലികാലത്തിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കിയ മാമുനീശ്വരന്മാർ അവയെ എന്ത് ചെയ്തു? അവയിലെ ആ അന്തസത്ത കറന്നെടുത്ത് ഉപനിഷത്തുക്കൾ 108 12 വായിക്കുക. കുട്ടി കുട്ടി ഉപനിഷത്തുക്കളാ. രാമകൃഷ്ണ പരമഹംസ ഉപനിഷത്താകുന്ന ഒരു വിളക്ക് അവിടെ കൊളുത്തി വെച്ചതേ ഉള്ളൂ. എവിടെയാ? രാമകൃഷ്ണ മഠം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി കയറി ചെന്ന സ്വാമി വിവേകാനന്ദൻ ആ ഉപനിഷത്താകുന്ന കുഞ്ഞു വിളക്കിൽ നിന്നും ഒരു ചൂട്ട്, ഒരു പന്തങ്ങൾ കത്തിച്ചു. ആ പന്തം ഇവിടെ മാത്രമൊന്നുമല്ല, അമേരിക്കയിൽ പോയിട്ട് എന്താ വിളിച്ചത്? എൻ്റെ സഹോദരന്മാരെ പന്തം കൊളുത്തി തച്ച് തെറിപ്പിച്ച് ഉപനിഷത്ത് വചനങ്ങൾ എല്ലാവരിലും എത്തിച്ചു. കാരണം നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരം ചെറിയ പുസ്തകങ്ങളായ ഉപനിഷത്തുക്കളിൽ പറയുന്നുണ്ട്. അന്നം നിന്ദ്യാത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. എന്തുകൊണ്ടാണ് അന്നത്തെ നിന്ദിക്കരുത് പറയുന്നത്? ഉപനിഷത്ത് ഐതിഹ്യം എടുത്തു വെച്ച അന്നത്തിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അന്നത്തിനേക്കാൾ വലിയ ഒരു ബ്രഹ്മം ഇല്ല എന്നാ പറയണത്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഉപനിഷത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മം എന്നാ. എന്താണ് ബ്രഹ്മത്തിന്റെ രൂപം? അതായത് പരബ്രഹ്മം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എന്നല്ലേ പറയാ. ഇങ്ങനെ ഉപനിഷത്തുക്കൾ ഉണ്ടായി. ഈ ഉപനിഷത്തുക്കളും പോരാ എന്ന് കരുതിയിട്ട് 2 ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചു. നമ്മളിൽ പലരും, എന്നെ അറിയുന്ന പലരും രാമായണം വായിക്കാറുണ്ട്. ടീച്ചറെ വേറൊന്നും അറിയില്ല. ആ രാമായണം കൊണ്ട് തന്നെ മോക്ഷം നേടിയവരാ ഒരുപാട് വ്യക്തികളുണ്ട്. ആ ഗ്രന്ഥം തന്നെ പറയുന്നുണ്ട്, രാമനാമം മാത്രം മതി മോക്ഷം കിട്ടാൻ, അതിലും വലിയൊരു നാമം ഇല്ല. അതുകൊണ്ട് ആ സന്ധ്യയ്ക്ക് മുത്തശ്ശി പറയാ കുട്ടികളോട്, എല്ലാവരും പോയിരുന്ന് രാമനാമം ചൊല്ലൂ, വേറെ നാമൊന്നും ചൊല്ലാൻ പറയുന്നില്ല. രാമനാമത്തിന്റെ പവിത്രത. ഇനി മഹാഭാരതത്തിലേക്ക് കയറും. ഈ രാമായണമൊക്കെ വായിച്ച് കുറച്ച് കഴിയുന്ന ചില മുത്തശ്ശിമാര് ഒരുപാട് കഥകളുടെ ഒരു സാഗര. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം ഇവിടെ പശുവിൻ്റെ പ്രത്യേകത മഹാഭാരതത്തിൽ പറയുന്നതാ. ഗോമൂത്രത്തിൻ്റെ, ചാണകത്തിൻ്റെ ഒക്കെ പവിത്രത, അതൊക്കെ മഹാഭാരതം പറയുന്നതാ. ഓരോ സ്റ്റേജിൽ ഓരോ കഥകളായിട്ട് മഹാഭാരതം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി മഹാഭാരതവും രാമായണവും വന്നു, എന്നിട്ടും പോരാ. കാരണം അത് വലിയ ഗ്രന്ഥങ്ങളാ. 24,000 ശ്ലോകങ്ങളുണ്ട്
വാൽമീകി രാമായണത്തിൽ. അതിലൊന്നും കൂടെ ആറ്റിക്കുറുക്കി എടുത്തു വെച്ച കഷായാണ് നമ്മൾ വായിക്കുന്ന എഴുത്തച്ഛൻ രാമായണം. മഹാഭാരതത്തിൽ 1,00,000-ലധികം ശ്ലോകങ്ങളാണ്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, വലിയതാണെന്ന് തോന്നിയപ്പോൾ വീണ്ടും മാമുനീശ്വരന്മാർ ഈ വേദത്തിലെ സത്തകളെടുത്ത് 18 പുരാണങ്ങൾ സൃഷ്ടിച്ചു. ഈ 18 പുരാണങ്ങളിലെ ഒന്ന് മാത്രമാണ് ഇപ്പോൾ സാർവത്രികമായി വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഭാഗവത മഹാപുരാണം. പക്ഷേ ഭാഗവതം വായിച്ച് സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ 18 പുരാണങ്ങളുടെയും പേരൊന്ന് പറയും ആചാര്യൻ, എല്ലാ പുരാണങ്ങളെയും സ്മരിക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം പറയുന്ന പേര് ഏതാണെന്നറിയോ? ബ്രഹ്മപുരാണം. പിന്നെ ഈ ഭാഗവതത്തിൻ്റെ ആദ്യം നിങ്ങൾ മഹാത്മ്യം കേൾക്കുന്നില്ലേ? പത്മപുരാണത്തിൻ്റെ ഭാഗം പത്മപുരാണം, വിഷ്ണു പുരാണം, പിന്നെ വരുന്നതാണ് ശിവപുരാണം. അതായത് ശിവപുരാണം പുരാണങ്ങളിൽ 4ാമത്തെ സ്ഥാനം അലങ്കരിക്കുന്നു. അതും കഴിഞ്ഞ് 5ാമനാണ് ആരായിട്ട് വരുന്നത്? ഭാഗവത മഹാപുരാണം. കാരണം എന്താണോ ഭാഗവതം കലികാലത്തിൽ പ്രസക്തി നേടിയത്? ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗ്രന്ഥം ആണ് ഭാഗവത മഹാപുരാണം. അതായത് ഈ ഭക്തി പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത, പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാവുന്ന, മോക്ഷവും കിട്ടുന്ന. അതുകൊണ്ടാണ് പ്രഭാഷണങ്ങൾക്ക് ഇത്രയും വേദികൾ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ പിക്ചർ എന്താ? പക്ഷേ ആ വാദ്യക്കാരകത്ത് നിന്നിട്ട് ഞാൻ ഗണപതിയുടെ അവിടെ ഇങ്ങനെ തൊഴാൻ കയറുമ്പോൾ പറയുന്നുണ്ട്, ഇവിടുന്ന് ഇത്തിരി കുറച്ച് പോയാൽ മതി വേറൊരു ക്ഷേത്രമുണ്ട്, അതിലൊന്നും ഇത്തിരി പോന്നാൽ വേറൊരു ക്ഷേത്രമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരിങ്കാളികാവിൽ പോയി, കഴിഞ്ഞ വർഷം ഇവിടെ കൊടിയാട്ടും വന്നു, ഇവിടെയും വന്നു. ഇത്രയും ക്ഷേത്രങ്ങൾ മലപ്പുറം ജില്ലയിൽ, മലപ്പുറം നമ്മുടെ കേന്ദ്രമായ മലപ്പുറം സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നില്ലേ? ഇങ്ങനെ ഈ ശിവപുരാണത്തെക്കുറിച്ച് പറയാം. ഈ 5 മഹാപുരാണങ്ങളെ കുറിച്ച് അറിയുമ്പോൾ 4ാമത്തെ മഹാപുരാണം ശിവപുരാണം. എല്ലാ പുരാണങ്ങളിലും ഓരോരുത്തരും ഇങ്ങനെ ശൗനകാദികളും ശ്രീശുകനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആരാ ഉപദേശിക്കുന്നത്? ശിവപുരാണം മഹാദേവൻ തന്നെയാണ് ഉപദേശിക്കുന്നത്. ശ്രീ ശിവ ഉവാച. ശിവപുരാണം വലിയൊരു ഗ്രന്ഥം. അതിൽ ഒരുപാട് കഥകൾ അങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. എന്തിനാ? കഥകളിലൂടെ വേദസാരങ്ങളെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കണം. ഹൈന്ദവർക്ക് പലർക്കും അറിയാത്ത ഒരു കഥയാണ് തുളസി മഹാത്മ്യം. മഹാദേവന്റെ ക്ഷേത്രത്തിൽ എന്താ എടുക്കുന്നത്? ഏതിലയാ? ബില്ലുവൃക്ഷം, അതായത് കൂവളത്തിൻ്റെ ഇല. കൂവളത്തിൻ്റെ ഇലയുടെ പ്രത്യേകത എന്താണോ? കൂവളത്തിൽ 3 ഇതളുകളായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ 2 സൈഡിലിട്ടും. ഇവിടെ നിന്ന് ചെന്ന് നിന്ന് മഹാദേവന്റെ ആ ശിവലിംഗത്തിലൊരു ഗോളക പോലെ ഇറക്കും. അവിടെ ഒരു ബില്ലുവൃക്ഷം അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല വെച്ചതുപോലെ മഹാദേവന്റെ 2 കണ്ണുകളും നടുവിലൊരു തൃക്കണ്ണും കാണാം. ആ മഹാദേവന്റെ 3 കണ്ണുകളെയാണ് കൂവളവൃക്ഷത്തിൻ്റെ ഇല, ബില്ലുവൃക്ഷത്തിൻ്റെ ഇല കാണിക്കുന്നത്. അതുകൊണ്ടാണ് മഹാദേവന് നമ്മൾ കൂവളത്തില സമർപ്പിക്കുന്നത്. പക്ഷേ ഈ തുളസി ഇത്രയും പവിത്രയാവാൻ കാരണം ആരാണോ? അപ്പം പറയും വിഷ്ണു. അല്ല, മഹാദേവന. മഹാദേവൻ ശിവപുരാണത്തിലെ ഒരു വലിയ കഥയിലൂടെ തുളസിക്ക് അനുഗ്രഹം കൊടുക്കുക. മഹാദേവനാണ് തുളസിയെ അനുഗ്രഹിച്ച്. നമുക്ക് എന്തറിയാം? തുളസി പവിത്രമായ വൃക്ഷമാണ്. ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ അരയാൽ പ്രദക്ഷിണം ചെയ്യും. എത്ര തവണയാണ് ചെയ്യുക? 7 തവണ അരയാലിന് പ്രദക്ഷിണം വെക്കണം എന്നാണ്. കാരണം ഈ തുളസി ചെടിയും അരയാൽ വൃക്ഷവും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ അത്രയും പവിത്രമാണ്. ഓക്സിജൻ, പ്യുവർ ഓക്സിജൻ. അപ്പോൾ ചോദിക്കും പലതരം ഓക്സിജൻ ഉണ്ടോ? ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ പാർലറുകളുണ്ട്, പ്യുവർ ഓക്സിജൻ. അവിടെ അത്ര സിറ്റി മലിനപ്പെട്ട് കിടക്കുക. അപ്പോൾ ദീപാവലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാശിക്ക് പോയപ്പോൾ എൻ്റെ കസിൻസ് വിളിച്ചിട്ട് പറഞ്ഞു, ഡൽഹിയിൽ പോകുമ്പോൾ മാസ്ക് വെക്കണേ കേട്ടോ, അവിടെ വല്ലാത്ത മാലിന്യങ്ങളുണ്ട്, ആകെ മലിനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മാലിന്യം ശ്വസിച്ച് അത്രയും വാഹനങ്ങളും സിറ്റിയല്ലേ. നമ്മൾ കേരളീയരൊക്കെ ഭാഗ്യവാന്മാരാ. എത്രയോ അരയാലുകളും തുളസികളും ക്ഷേത്രങ്ങളും ഉള്ള ശുദ്ധമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. ഇത്രയും ക്ഷേത്രങ്ങൾ എവിടെ കാണാം? ഇത്രയും പരിശുദ്ധമായ പൂജാതി കർമ്മങ്ങൾ എവിടെ കാണാം? നോർത്തിലൊക്കെ പോകുമ്പോഴാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. കാശി വിശ്വനാഥ ക്ഷേത്രം 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. കാശി വിശ്വനാഥനെ എങ്ങനെയാ പോയി തൊഴാനോ? ആ ഗംഗാതീർത്ഥം ഒരു ഗ്ലാസ്സിൽ ഇങ്ങോട്ട് മുക്കി അങ്ങോട്ട് വരിയായിട്ട് അങ്ങോട്ട് ചെന്ന് നേരെ ഉള്ളിലേക്ക് അങ്ങോട്ട്
കയറുക. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കാശി വിശ്വനാഥൻ എന്ന് സങ്കല്പിച്ച് താൽക്കാലികമായി വെച്ചിരിക്കുന്ന ആ ശിവലിംഗത്തിൽ നമ്മൾ തന്നെ അഭിഷേകം ചെയ്യും. നമ്മൾ തന്നെ പാലഭിഷേകം ചെയ്ത് എരിക്കുമാല ചാർത്തി ആ ലിംഗത്തിൽ തൊഴുത് നമസ്കരിക്കും. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യണം എന്നാ നോർത്തിലെ സങ്കല്പം. പക്ഷേ ഒറിജിനൽ കാശി വിശ്വനാഥന്റെ വിഗ്രഹം ഇപ്പോഴും ജ്ഞാനവാപി എന്ന കിണറിൽ അങ്ങനെ കിടക്കുക. നന്ദികേശ്വരൻ കാശി വിശ്വനാഥൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദികേശ്വരൻ ആ പള്ളിയിലേക്ക് നോക്കിയിട്ടായിരിക്കുന്നത്. ഔറംഗസീബ് ആക്രമിച്ചിട്ടാണ് അത്രേ ഈ കാശി വിശ്വനാഥന്റെ ഒറിജിനൽ ലിംഗം ശിവലിംഗം ആ തിരുമേനി ആ ശിവലിംഗം എടുത്തിട്ട് ആ ജ്ഞാനവാപി എന്നുള്ള കിണറിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് കഥ. ഇങ്ങനെ നോക്കുമ്പോൾ കേരളീയർ എത്ര ഭാഗ്യവാന്മാരാ. ഇവിടെ നമുക്ക് നമ്മളുടെ മനസ്സിന് യോജിച്ച പോലെ ഒരു തിരുമേനി ഇപ്പം അതും കിട്ടാനില്ലാതെയില്ലേ. കലികാലത്തിൻ്റെ വൈഭവം നോർത്തുനിന്ന് വരുന്ന ഹിന്ദിക്കാർ പൂജിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ പൂജ പഠിച്ചവന് മാത്രമാണ് അതിന് അർഹത. അതറിയാത്തവൻ ഒരിക്കലും അങ്ങോട്ട് കയറി വരില്ല. പക്ഷെ കാലദേശാവധിഭ്യാം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് അവരുടെ പൂജയും നമ്മുടെ പൂജയും വ്യത്യാസം ഉണ്ടായിരിക്കാം. എങ്കിലും മഹാദേവന്റെ അനുഗ്രഹം ഇല്ലാതെ ഒരിക്കലും ആ ശ്രീലകത്ത് കയറി ഒരു ബിലവൃക്ഷത്തിൻ്റെ ഇലയെടുത്ത് ഇങ്ങനെ ഓം നമഃശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രത്തോടെ സമർപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതിന് അനുഗ്രഹം തന്നെ വേണം. ഇപ്പം ഇവിടെ അമ്പലത്തിൽ വരാനുള്ള തിരുവാതിര ായിട്ട് കഴിയാത്ത എത്ര വ്യക്തികളുണ്ട്. ഒന്നും വേണ്ട, ആ ഒരു ഹോസ്പിറ്റൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ അസുഖം ഇല്ലെങ്കിലും സ്വന്തക്കാർക്ക് വേണ്ടി കാവലിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിലും എത്ര സുന്ദരമായ അന്തരീക്ഷം, സമാധാന ഒരു പ്രത്യേകിച്ചും തിരുവാതിരയ്ക്ക് മഹാദേവ ക്ഷേത്രത്തിൽ വന്നിരിക്കാൻ അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് തോന്നും നമ്മുടെ കഴിവാണ്, നമ്മുടെ കഴിവല്ല. അവിടെ ഇരുന്നങ്ങനെ തീരുമാനിക്കൂത്രേ മഹാദേവൻ ഒരു വേദിയിൽ ആരിയ്ക്കണം, ആ സദസ്സിൽ ആരൊക്കെ വന്നിരിക്കണം എന്നുള്ളത്. അതവിടെ തീരുമാനം. രാവിലെ ഒരു വയറുവേദന വന്നാൽ കഴിഞ്ഞില്ലേ, പോരാൻ കഴിയില്ലാലോ. ഇനി കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. തുളസിയുടെ പവിത്രത. തുളസി പുറത്തു വിടുന്ന ഓക്സിജൻ O3 കൂടുതലുണ്ടെന്നാണ് പറയുന്നത്, ഓസോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്യൂരിഫൈഡ് ആണെന്ന് പറയുന്നത്. ഡൽഹിയിലുള്ളവർ ഓക്സിജൻ പാർലറുകളിൽ പോയി കാശ് കൊടുത്ത് പ്യുവർ ഓക്സിജൻ ശ്വസിക്കുക, അവരുടെ ലങ്സ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. ഈ തുളസി എങ്ങനെ ഇത്രയും പവിത്രയായി, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ തുളസിയെ ആരാധിക്കുന്നു? ആ അനുഗ്രഹം കൊടുത്തത് ശിവപുരാണത്തിലെ മഹാദേവനാണ്. മഹാദേവൻ തുളസിക്ക് അനുഗ്രഹം കൊടുക്കുന്നത് അവസാന ഭാഗത്ത് പറയാം. എങ്ങനെയാ കഥ എന്ന് വെച്ചാൽ, പണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുക. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാദേവൻ. അങ്ങനെ വരുമ്പോൾ പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആരുടെ മക്കളാണ് ദേവന്മാരും അസുരന്മാരും ആദ്യം മനസ്സിലാക്കണം. കശ്യപ പ്രജാപതിയുടെ മക്കൾ തന്നെയാണ് ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും. ഇങ്ങനെ ഈ 3 കൂട്ടരും ഒരേപോലെ ജീവിക്കാം. പക്ഷേ ഭക്തിയിൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് ദേവന്മാരാ. എപ്പോഴും ചോദിക്കുന്ന സംശയ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ ഭഗവാൻ ഒരു പക്ഷപാതം ഇല്ലേ, എപ്പോഴും ദേവന്മാരെയാണല്ലോ സഹായിക്കണേ. ആ ചോദ്യം ഇവിടെയും യുദ്ധത്തിനിടയിൽ മഹാദേവനോട് ചോദിക്കുന്നുണ്ട്. ശംഖചൂടനാണ് നമ്മളെ കഥയിലെ കഥാപാത്രം. അതായത് ദമ്പൻ എന്ന് പറഞ്ഞിട്ട് ധനു എന്നാണ് ഒരു സ്ത്രീയുടെ പേര്. ഈ കശ്യപ പ്രജാപതിക്ക് അല്ലെങ്കിൽ ദക്ഷ പ്രജാപതിയുടെ ഒരുപാട് മക്കളിൽ ഒരു മകളാണ് ധനു എന്ന് പറയുന്നത്. നല്ല സുന്ദരിയാണ്. അവളെ കശ്യപ പ്രജാപതി കല്യാണം കഴിച്ചു. മഹാസുന്ദരിയാണ്. ഒരുപാട് പുത്രന്മാരുണ്ടായി. ശക്തിമാന്മാരായ പുത്രന്മാർ, പ്രബലന്മാരായ പുത്രന്മാരുണ്ടായി. ഈ പുത്രന്മാരെല്ലാം ഉണ്ടായി. അതില് ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രന് ദമ്പൻ എന്ന് പേരിട്ടു. ഈ ദമ്പൻ എന്ന പുത്രനും നല്ല ശക്തിമാന, നല്ല ധർമ്മിഷ്ഠന. ശക്തി മാത്രമല്ല, ധർമ്മത്തിലൂടെ മാത്രമേ സഞ്ചരിക്കൂ, ഭക്തിയൊക്കെ ഉണ്ട്. നല്ല ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ല. ഈ ദമ്പന് മക്കളൊന്നും ഉണ്ടാവാഞ്ഞിട്ട് വളരെയധികം വിഷമം തോന്നിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ എന്താ ചെയ്യാം? ഡോക്ടറെ സമീപിക്കും അല്ലേ? ഇനി ഇപ്പോഴത്തെ കാലം ഈ ശിവപുരാണം എന്നല്ല, നമ്മുടെ എല്ലാ പുരാണ കഥകളും എടുത്തങ്ങനെ വായിച്ചു പോകുമ്പോൾ വെറും കഥകളായി കാണാതെ നമ്മളുടെ ജീവിതവുമായിട്ട് നമ്മൾ അതൊന്ന് താതാത്മ്യം ചെയ്യണം. ഇനി ഇന്നത്തെ കാലഘട്ടം, ഇപ്പോഴത്തെ ജനറേഷൻ
പണ്ടുള്ള വീടുകളിലൊക്കെ എത്ര കുട്ടികളാ? ഹൈന്ദവന്റെ അംഗസംഖ്യ കുറയുന്നു എന്നാണ് കണക്കെടുപ്പുകൾ. അത് എന്നോട് പറയും പലരും, ടീച്ചർ സ്റ്റേജിൽ അതൊന്നും പറയണം കേട്ടോ. എന്താ പറയേണ്ടത്? പുത്രോത്പാദനം നടത്തണം. ഇപ്പോഴുള്ള കുട്ടികൾ ഒരു സർവേ നടത്തിയപ്പോൾ കല്യാണം തന്നെ കഴിക്കേണ്ടെന്നാണ് പലരുടെയും തീരുമാനം. ഇനി കല്യാണം കഴിച്ചവരെ നോക്കൂ, ഒരു 4-5 വർഷം അവർ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ നടക്കും ഇല്ലേ? 5 വർഷം കഴിഞ്ഞാൽ അവർ വേണമെന്ന് വെച്ചിട്ട് കുറേ നടക്കും. 10 വർഷം കഴിഞ്ഞാൽ ഇനി മതിയായി എന്ന് വെച്ചിട്ടും നടക്കും. ഇതാണ് നമ്മുടെ അംഗബലം കുറയുന്നത്. അന്ന് പുത്രന്മാരുണ്ടാവുന്നത് തന്നെ പണ്ടുള്ളവരത് ചെയ്തിരുന്നില്ല. നമ്മളൊന്നും വിചാരിച്ചാൽ കുട്ടി ഉണ്ടാവില്ല, നമ്മുടെ വിചാരമാണത് അല്ലേ? ഇത് ലക്ഷക്കണക്കിന് ബീജങ്ങളല്ലേ എന്ന് പറയും, എന്നിട്ടും വന്ധ്യത എന്ന് പറയുമ്പോൾ അത് എന്തൊരു അത്ഭുതം നോക്കൂ. അപ്പോൾ നമ്മളല്ല അത് തീരുമാനിക്കണേ, ഭഗവാൻ തീരുമാനിച്ചിട്ടാണ് ഭൂമിയിൽ ഒരു സൃഷ്ടി, ഒരു പുത്രൻ, ഒരു ജീവി ഉണ്ടാകുന്നത്. നമുക്ക് ജീവൻ കൊടുക്കാനും എടുക്കാനും അധികാരം ഇല്ല എന്ന് ഗ്രന്ഥങ്ങളിലൂടെ പോയ പൂർവികർക്ക് അറിയാമായിരുന്നു. അവരത് കാരണം ഒരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. 10-12 മക്കളും ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു അവർക്കൊന്നും. ആയുസ്സും ആരോഗ്യവും ഉണ്ട്. ഇപ്പോൾ അവർ തീരുമാനിക്കാൻ ഞങ്ങളുടെ ജീവിതം എങ്ങനെ ആവണം, ഈ ചെയ്തതന്നെ ചെയ്യുന്നതിലെ ഇന്ന് ആസ്വദിച്ചതന്നെ നാളെ, കണ്ട സ്ഥലം തന്നെ വീണ്ടും, പലതരം സിനിമ, ഇങ്ങനെയാണ് അവരുടെ ഒരു ജീവിതം. ആദ്യം ശല്യം എന്നാ പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ. ഇവിടെ കുട്ടികൾ വേണം എന്ന് ആഗ്രഹിച്ചിട്ടും കുട്ടി ഉണ്ടായില്ല. നമ്മൾ ഡോക്ടറെ കാണും, അതിന് പകരം പണ്ടുള്ളവർ എന്താ ചെയ്യാന്നറിയോ? അവനവൻ്റെ ഗുരു. ഇത് ദൈത്യന്മാരെ, അസുരന്മാരുടെ കുടുംബത്തിലാണ് ദമ്പൻ ജനിച്ചത്. കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അസുര ഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നു. ആചാര്യ നമസ്കാരം. അങ്ങനെയാ, നമുക്ക് ഒരു ഗുരു ആചാര്യൻ വേണം. എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? തൈത്തിരീയത്തില് കുട്ടി പഠനം കഴിഞ്ഞ് പോകുമ്പോൾ കൊടുക്കുന്ന ഉപദേശമാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയില്ലേ? അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. അപ്പോൾ ആചാര്യനെ നമ്മൾ എന്ത് ചെയ്യണം? മാതൃദേവോ ഭവ ആദ്യം പറയുന്നത്, അവസാനിക്കുന്നതാണ് ഈ പറഞ്ഞത്. ആചാര്യനെ നമ്മൾ ദൈവത്തെ പോലെ കരുതണം. അപ്പോൾ ഗുരു ശുക്രാചാര്യരെ അടുത്ത് ചെന്നു, തൊഴുത് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. നമുക്ക് മടിയാലേ? അകത്ത് കയറി എല്ലാവരും തൊഴുത് പ്രദക്ഷിണം വെച്ചു. എത്ര പേരാണ് നമസ്കരിച്ചേ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കനമുള്ള സാധനം എന്താണോ ഇതിൻ്റെ ഉള്ളിലാണ് അഹങ്കാരം ഇരിക്കുന്നത്. ആ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ആ പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് നിന്നിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന വേദമന്ത്രം, അതായത് ഹേ മഹാദേവ, അങ്ങും ഞാനും ബ്രഹ്മമാകുന്നു എന്ന തലത്തിലേക്ക് ഉയരുന്ന ഭാവമാണ് ആ സാഷ്ടാംഗം അല്ലെങ്കിൽ പഞ്ചാംഗ നമസ്കാരം. അപ്പോഴാണ് ആ ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നത്. തല വെച്ച് 4 മുട്ടണ്ട് കൊടുക്കില്ലേ? ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ് നമുക്ക് വേദനകൾ തരുന്നത്. ശരീരം ഒരു വേദനയും നമുക്ക് തരില്ല, മനസ്സാണ് നമ്മളെ വേദനിപ്പിക്കുക. ഇനി ഇങ്ങനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ ഗുരു നല്ല വ്യക്തിയായിരുന്നു ശുക്രാചാര്യർ, എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി. എന്താ ഇത്ര സങ്കടം പറയൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നിട്ട് അവസാനം പറയുക, എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കൊരു മന്ത്രം പറഞ്ഞു തരുമോ? മന്ത്രം ജപിച്ചാൽ കുട്ടി ഉണ്ടാവുമോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മനനേന ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുമ്പോൾ നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാ മന്ത്രങ്ങൾ. ഇപ്പൊ സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ സന്ധ്യക്ക് ജപിക്കണമെന്ന ഹൈന്ദവന്റെ സന്ധ്യാവന്ദന മന്ത്രം ഗായത്രിയാ. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗാനം ചെയ്യും തോറും നമ്മൾ ഉയർത്താൻ കഴിവുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെ എത്ര പ്രായമായിട്ടും ആരോഗ്യവാനായി ജീവിച്ചു. അതിന്റെ രഹസ്യം എന്താണോ? മന്ത്രങ്ങളാ. മന്ത്രങ്ങൾക്ക് നമ്മളുടെ ശരീരത്തിനുള്ളിൽ കയറി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. വേദം ജപിച്ചു നോക്കൂ, നിങ്ങളുടെ സകല ടെൻഷനും അങ്ങോട്ട് മാറും. ഇത്തിരി എന്തെങ്കിലും ഒരു ജീവിത പ്രശ്നം മുന്നിൽ വന്നു എന്ന് കണ്ട മുകളിലെ റൂമിൽ അങ്ങോട്ട് പോയി ആ വേദം ഇങ്ങോട്ട് തുറന്നു വെച്ച് ഏതെങ്കിലും ഒരു സൂക്തം, അക്ഷീഭ്യാന്തേ സൂക്തം, സകല രോഗങ്ങളും മാറാനുള്ളതാ. പല സൂക്തങ്ങളുണ്ട്, രുദ്രമുണ്ട്, ചമകം, ഏതെങ്കിലും ഒന്ന് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാക്കളെ, അതായത് ചൂടിനെ പുറത്താക്കാൻ വേദമന്ത്രങ്ങൾക്ക് കഴിവുണ്ട്. കാരണം സ്വരിച്ചു ചൊല്ലണം വേദങ്ങൾ എന്നാ. ഇപ്പോൾ പല പാഠശാലകളും സ്വരമൊന്നും ഇല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. കലികാലത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പുസ്തകങ്ങളൊക്കെ കച്ചവടം ആക്കപ്പെടുത്രേ. ഭാഗവതം വിറ്റു നടന്നിടാതെ. ഒരു സ്ത്രീ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഞാൻ വേദം പഠിക്കാൻ ചേർന്നു. ആ നന്നായി, നല്ല തീരുമാനം. പക്ഷെ ടീച്ചറെ 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഗുരുദക്ഷിണ വേണം. അപ്പം എന്താ ദക്ഷിണ കൊടുക്കണത്രേ ഒരു യജ്ഞം കഴിഞ്ഞാൽ, പക്ഷെ അത് ചോദിച്ചു വാങ്ങരുതെന്നാ. ഒരു ഗ്രന്ഥങ്ങളിലും ഇത്ര രൂപ ഇന്ന സാധനം ദക്ഷിണ എന്ന് പറയുന്നില്ല. എല്ലാ ആചാര്യന്മാരുടെയും ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഓരോ യജ്ഞങ്ങളെ കുറിച്ച് നോക്കൂ, യാഗങ്ങളെ കുറിച്ച് നോക്കൂ. ഇദ്ദേഹം പറഞ്ഞു ഇത്രേ, എനിക്കൊരു
പഞ്ചപാത്രം, അതായത് ഈ സന്ധ്യാവന്ദനം ചെയ്യാൻ വാങ്ങുന്നതാണ് തളിക, പിന്നെ ഒരു കുപ്പി നെയ്യ്, അതിലൊരു ഓണപ്പട. ആ സ്ത്രീ അതോടുകൂടി വേദപഠനം നിർത്തി. ഇത്രേ ചോദിച്ചു വാങ്ങുന്ന ആചാര്യനെ എനിക്ക് വേണ്ട ടീച്ചറെ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ അവരെ വേറൊരിടത്തിൽ ചേർത്തു. അവരിപ്പോൾ സുഗമമായിട്ട് 1 വർഷത്തെ വേദപഠനം കഴിഞ്ഞു, സന്ധ്യാവന്ദനം തുടങ്ങി. ഇനി ഇതെന്ന് എന്താ മനസ്സിലാക്കണ്ടേ? ഹൈന്ദവൻ എല്ലാം കച്ചവടാക്കുക. ഇവിടെ ചോദിക്കുക, ഒരു മന്ത്രം എനിക്ക് പറഞ്ഞു തരുമോ? അപ്പം എന്താ പറഞ്ഞു കൊടുത്ത മന്ത്രം എന്നോ? ശിവപുരാണത്തിൽ കൃഷ്ണനെ കുറിച്ച് പറയുന്നു. എന്നോട് ഇന്ന വിഷയം പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗ്രന്ഥം ഇങ്ങനെ തുറക്കും. പണ്ടുള്ളവർ രാമായണം പകുത്തു നോക്കും പോലെ തുറന്നു നോക്കുമ്പോൾ ഏത് ഭാഗം വരുന്നോ അത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പോരല. പിന്നെ ഇവിടെ ഇരുന്ന എന്തൊക്കെ മഹാദേവൻ ഈ ബുദ്ധിയിൽ ആ സരസ്വതിയായി ഇങ്ങനെ വരുത്തുന്നു അതങ്ങോട്ട് പറയുക ചെയ്യുക. ഇവിടെ വന്നത് തുളസി മഹാത്മ്യ. കാരണം കൃഷ്ണഭക്തയായ നീ മഹാദേവനായ എൻ്റെ ക്ഷേത്രത്തിൽ വന്ന് കൃഷ്ണനെ കുറിച്ച് തന്നെ പറ എന്ന് പറയും പോലെ എനിക്ക് തോന്നിയത്. ഇവിടെ ശ്രീകൃഷ്ണ മന്ത്രം ആണത്രേ ഉപദേശിച്ചു കൊടുത്തത്. സന്തോഷമായി. ഒരു തവണ ഉപദേശിച്ചുള്ളൂ, അതൊക്കെ കേട്ടു, നേരെ പഠിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി നീ നേരെ പുഷ്കരത്തിലേക്ക് പോകണം. ഇവിടെ ഈ പുഷ്കരം, ഇതൊക്കെ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾ ആ ഗൂഗിളിലും നമ്മൾ അടിച്ചു നോക്കൂ. നമ്മുടെ പണ്ടത്തെ ജംബൂ ദ്വീപ എന്ന് പറയുന്ന നമ്മളുടെ മഹാഭാരതം, കുരുക്ഷേത്ര യുദ്ധം നടന്ന മഹാഭാരതം, നമ്മളുടെ ഭാരതത്തിലെ രാജസ്ഥാൻ അജ്മീർ എന്ന് കേട്ട ആദ്യം ഓർമ്മയിൽ മലപ്പുറംകാർക്ക് എന്താ വരിക? അവിടുത്തെ മോസ്ക. പക്ഷേ അവിടെ ഒരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഉണ്ട്, ഒരു പുഷ്കര തീർത്ഥം ഉണ്ട്. ആ ലേക്കില് ഇപ്പോൾ കാശിയിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരുപാട് സ്നാനഘട്ടങ്ങളുണ്ട്, മണികർണിക ഒക്കെ. ഇതുപോലെ ഒരുപാട് സ്നാനഘട്ടങ്ങൾ ഈ പുഷ്കര തീർത്ഥത്തിലും ഉണ്ട്. ഈ പുഷ്കരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം. അവിടെ കാടാണ്. അവിടെ പോയിട്ട് തപസ് ചെയ്യണം ഈ ശ്രീകൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. ശക്തിമാനാണ്, ബലവാനാണ്, ധർമ്മിഷ്ഠനാണ്. ശരി, ഞാൻ തപസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നേരെ പുഷ്കരത്തിലേക്ക് യാത്രയായി. രാജസ്ഥാൻ പുഷ്കരത്തിൽ ചെന്ന്, അന്ന് രാജസ്ഥാനൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും ഗ്രന്ഥത്തിൽ ഈ പുഷ്കരം എഴുതി വെച്ചത്. കാരണം പിന്നീടല്ലേ നമ്മളിങ്ങനെ റീയൂണിയനും സ്റ്റേറ്റുകളും ഒക്കെ വന്നേ. ഇപ്പോൾ ഒരുപാട് ഡിവൈഡ് ചെയ്ത് ഇപ്പോഴും കുറേ സ്റ്റേറ്റുകൾ വന്നില്ലേ. ഇപ്പോൾ കേരളത്തിനെ മലപ്പുറത്തിനെ തന്നെ മുറിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ ഒരു കൂട്ടര്. ഹൈന്ദവരൊക്കെ ഉറങ്ങുക, സ്തൂണും ചാരി നിന്ന് അവൻ ഉറങ്ങുക, കല്യാണം കഴിക്കണില്ല, കുട്ടികൾ ഉണ്ടാവുന്നില്ല. പിന്നെ എങ്ങനെ പോപ്പുലേഷൻ വർദ്ധിക്കുക? ഹൈന്ദവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു, മറ്റുള്ളവരുടെ എണ്ണം 3, 4, 5 ആയിട്ട് കൂടി വരുന്നു. ഇവിടെ ഒരുപാട് തപസ് എന്ന് പറഞ്ഞാൽ എത്ര കാലമാണോ? നമ്മളുടെ മനസ്സിൽ തപസ് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം ഒറ്റക്കാലിൽ നിന്നൊക്കെ വരിക. ഇവിടെ 1,00,000 വർഷം. മനസ്സിലാക്കണം അന്നത്തെ ആയുസ്സും ആരോഗ്യം എത്ര ഉണ്ടെന്ന്. 1,00,000 വർഷം ഈ ശ്രീകൃഷ്ണ മന്ത്രവും ജപിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യാം. വിഷ്ണു മഹാദേവനൊന്നും വരില്ല. കൃഷ്ണന്റെ മന്ത്ര ജപിക്കുന്നത് ആരാ വന്നത്? ബ്രഹ്മദേവൻ വന്നു. ബ്രഹ്മദേവൻ വരുന്നതും കാത്ത് ഇദ്ദേഹം ഇരുന്നു. പക്ഷേ 1,00,000 വർഷം കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പം എന്താ ഉണ്ടായെന്നറിയോ? ഈ രാക്ഷസന്മാർ തപസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി ഉണ്ടാവും. ഇവിടെ പക്ഷേ എന്താ? കുട്ടിയെ കിട്ടാനാ. അത് മനസ്സിലാക്കിയിട്ട് ആ ഭഗവാൻ പ്രത്യക്ഷപ്പെടാത്തത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തപശക്തിയുടെ ആ ഒരു കാഠിന്യം മൂലം ഇദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും ഒരു പ്രത്യേക തരം ജ്വാല, ഒരു പ്രത്യേക ശക്തി പുറത്തേക്ക് അങ്ങനെ ഒഴുകാൻ തുടങ്ങി. ആ സമയത്ത് തപശക്തിയുടെ വലിപ്പാണത്. അവിടെയുള്ള മാമുനീശ്വരന്മാർക്കും ദേവന്മാർക്കും ഒന്നും നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി. ദേവന്മാരൊക്കെ പ്രശ്നം വന്നാൽ ഇങ്ങടാ വേഗം ഓടുക, നേരെ ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് ഓടി. ബ്രഹ്മാവും ആണല്ലോ ഇത് കൊടുക്കേണ്ട വ്യക്തി. ബ്രഹ്മാവും ഭഗവാന്റെ അടുത്തേക്ക് ഓടി. ആ സമയത്ത് ഭഗവാൻ പറയാണ്, നിങ്ങളാരും ഭയക്കണ്ട, പരിഭ്രമിക്കണ്ട, അവൻ എൻ്റെ ഭക്തനാണ്. അവൻ തപസ് ചെയ്യുന്നത് നിങ്ങളെ ഉപദ്രവിക്കാനല്ല. ഒന്ന് സമാധാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അതിന് തന്നെയാണ്. എന്തിനാണെന്നറിയോ? പുത്രലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ പോയി അവനെ സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ഭഗവാൻ പുഷ്കരത്തിൽ വന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. കണ്ടില്ല, അങ്ങനെ ജപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭഗവാന്റെ ശബ്ദം കേട്ടപ്പോൾ ഹേ ഭക്ത ഉണരൂ എന്ന് പറഞ്ഞപ്പോൾ വേഗം കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ ഇതേ ശംഖചക്ര ഗദാരുടനായി ആ നിൽക്കുന്നു ഭഗവാൻ. സന്തോഷമായി സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു,
എനിക്ക് നല്ല പ്രബലനായ ശക്തനായ ഒരു പുത്രനുണ്ടാവണം. അപ്പം അത്രേ വേണ്ടൂ എന്നുള്ളതായി. മാത്രമല്ല അവൻ എല്ലാവരെയും, അതായത് ഈ 3 ലോകങ്ങളെയും അടക്കി ഭരിക്കാൻ കഴിവുള്ളവനാകണം. 3 ലോകങ്ങൾ പറഞ്ഞാൽ ഏതായി? സ്വർഗവും ദേവലോകമൊക്കെ അതിൽ പെട്ടുപോയി. പക്ഷെ ഭഗവാൻ പെട്ടില്ലേ? എന്താ വരം വേണ്ടി ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞു എനിക്കൊരു പുത്രൻ ഉണ്ടാവണം. അവൻ എന്തായിരിക്കണം? നല്ല ബലവാനാവണം, അജയ്യനാവണം. ആർക്കാ അജയ്യനാവേണ്ടത് എന്നാ പറയുന്നത്? ദേവന്മാരാൽ അവൻ ഒരിക്കലും തോൽപ്പിക്കപ്പെടരുത്. അങ്ങനെയുള്ളൊരു പുത്രൻ ഉണ്ടാവണം എന്നാ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ശരി തഥാസ്തു കൊടുത്തു. 3 ലോകങ്ങളും അവൻ അടക്കി ഭരിക്കണം എന്നുള്ള ഒരു ക്ലോസ് അവിടെ വെച്ചിരുന്നു. അപ്പം അത് കൊടുത്തില്ലേ? ആ വരം കിട്ടി, സന്തോഷമായി. ഇദ്ദേഹം വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഭാര്യയോടൊത്ത് സുഖിച്ച് താമസിച്ചു. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഗർഭിണിയായി. ഭാര്യ ഗർഭിണിയായപ്പോൾ സന്തോഷമായി. എത്ര വർഷം കാത്തിരുന്നു, ഉണ്ടായില്ല. 1,00,000 വർഷം, അതാണ് ആ തപസ്സിൻ്റെ കാഠിന്യം നോക്കൂ. എന്നിട്ട് ഇതാ ഭാര്യ ഇപ്പൊ ഗർഭിണിയായിരിക്കുന്നു. വളരെ അധികം സ്നേഹപൂർവ്വം നമ്മളിപ്പോൾ കാണിച്ചു കൂട്ടുന്നില്ലേ, അതൊക്കെ തന്നെ അവളെ അത്രയും പരിപാലിച്ചു. അത്രയും ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞല്ലേ. ഈ ഗർഭത്തിൽ ആരാ പ്രവേശിച്ചെന്നറിയോ? സത്യത്തിൽ ഇവർക്ക് കുഞ്ഞുണ്ടാവാനുള്ള യോഗം ഇല്ല. തപസ്സിന്റെ കാഠിന്യം കൊണ്ട് ഭഗവാൻ ആ ഭക്തി കണ്ടിട്ട്, ഭക്തന്റെ മുന്നിൽ ഭഗവാൻ ദാസനാണത്രേ. അതുകൊണ്ടാണ് പണ്ടൊരാള് എല്ലാവർക്കും ദ്വാരകയില് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പല സാധനങ്ങളും. ഒരു വ്യക്തി കയറി വന്നിട്ട് കൃഷ്ണ എനിക്ക് ഇത്തിരി ഭക്തി തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞുത്രേ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ, 5 മിനിറ്റ് കഴിയട്ടെ. അപ്പൊ നാരദ മഹർഷി ചോദിച്ചുത്രേ കൃഷ്ണ കൊടുത്ത എല്ലാ വലിയ വലിയ ഭൗതിക വസ്തുക്കളും കൊടുത്തു, പക്ഷെ എന്താ ഭക്തി കൊടുക്കാൻ ഇത്ര പ്രയാസം? അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇത്രേ, നാരദരെ, ഭക്തി കൊടുത്താൽ ഞാൻ അവർക്ക് അടിമപ്പെട്ടു പോകും. ഭക്തനേക്കാൾ വലുതായി എനിക്കൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് ചോദിച്ച കളിപ്പാട്ടങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ TV, നമ്മളുടെ മൊബൈൽ ഫോണ്, നമ്മളുടെ കുട്ടികള്, വീട്ടിലുള്ള സർവ്വ വസ്തുക്കളും ഭൗതിക വസ്തുക്കളും നമുക്ക് ഭഗവാൻ തന്ന കളിപ്പാട്ടം. എന്നും ഒരു കളിപ്പാട്ടം ഇങ്ങനെ ഇരിക്കുമോ? നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു? ഒക്കെ തച്ചുടച്ച് നശിപ്പിച്ചില്ലേ? അവർ വലുതായി, അതിൻ്റെ ഉപയോഗം തീർന്നില്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കളിപ്പാട്ടങ്ങളും ഒരു ദിവസം തച്ചുടക്കപ്പെടും, നമുക്ക് നഷ്ടപ്പെടും. നമ്മളൊന്നും ഇല്ലാതെ വിളുന്ന വെറും കൈയോടെ എങ്ങനെയല്ലേ പോകുമ്പോൾ വരുമ്പോൾ കുട്ടി ഇങ്ങനെയല്ലേ വരിക? ആ ഒരു തത്വം നമുക്ക് കാണിച്ചു തരിക. ഇവിടെ കുട്ടി ഉണ്ടാവാൻ പോകുന്ന സമയത്ത് കുട്ടിയായിട്ട് ഇവരുടെ വയറ്റിൽ പ്രവേശിച്ചത് കൃഷ്ണന്റെ കൂടെ വൃന്ദാവനത്തിലെ ഒരു ഗോപബാലൻ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു. ഗോപബാലന്റെ പേര് സുദാമാവ് എന്ന. നമ്മളുടെ കുചേലവൃത്തത്തിലെ സുദാമാവല്ല ഈ ഗോപൻ, ഒരേ പേരാന്ന് മാത്രം. ഈ സുദാമാവ് എന്ന ഗോപൻ ഭഗവാന്റെ ഉറ്റ തോഴനായിരുന്നു. അവിടെ തന്നെ ഒരുപാട് ഗോപികമാരുണ്ടായിരുന്നു. ആ ഗോപികമാരിൽ കുറച്ച് മുൻതൂക്കം നിൽക്കുന്ന വ്യക്തിയായിരുന്നു രാധികാദേവി, രാധ, കണ്ണൻ്റെ രാധ. ഈ രാധയ്ക്ക് കൃഷ്ണനോട് പ്രേമം ആണ്, ഭക്തിയിലധികം പ്രേമം. അതായത് പ്രത്യേകിച്ചും ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ലക്ഷ്മി ദേവി, രുക്മിണി ദേവി സ്വന്തം ഭാര്യയാണെങ്കിൽ എന്നും ഗോപുരവാതിൽക്കൽ കാത്തു നിൽക്കും ഗോപികയാകുന്നു. ജന്മം മുഴുവൻ ഗോപുരവാതിൽക്കൽ പ്രേമഭാജനമായി കാത്തു നിൽക്കുന്ന ആ രാധിക, രാധാറാണി രാധ എന്ത് ചെയ്തു എന്നറിയോ? ഒരു ദിവസം ഈ ഗോപപാലനായ സുദാമാവിനോട് വഴക്കുകൂടി. ചെറിയ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി വഴക്കുകൂടുക. വഴക്ക് മൂത്ത് ഗോപിക അഹങ്കാരം ഉണ്ട് അത്ര രാധയ്ക്ക്. ഞാൻ ഗോപികമാരിൽ ശ്രേഷ്ഠയാണ്, കുറച്ചുകൂടി സൗന്ദര്യമുണ്ട്, അത് ഭഗവാന് കൃഷ്ണന് എന്നോടായ ഏറ്റവും ഇഷ്ടം, അത്ര മതി. അപ്പൊ തന്നെ അഹങ്കാരം വരൂത്ര. അപ്പൊ എന്ത് ചെയ്തു? ആ അഹങ്കാരം കാരണം ആവശ്യമില്ലാതെ ചെറിയ നിസാര കാര്യത്തിന് ആ ഒരു സുദാമാവ് എന്ന ഗോപബാലനോട് വഴക്കുകൂടി. ഈ വഴക്കുക കൂടിയ സമയത്ത് ഇവനും തിരിച്ചു പറയുന്നുണ്ട്. ഗോക്കളെ വെച്ച് നടക്കുന്ന കന്നാലി കുട്ടികളല്ലേ, അവനും തിരിച്ചു പറഞ്ഞു. രണ്ടുപേരും സ്പർദ്ധ മൂത്തു. അവസാനം ഗോപികയായ രാധ ഇവനെ ശപിക്കുക. കാരണം രാധാറാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 2 തവണ ഒരാളെ ശപിച്ചാൽ അത് ഫലിക്കും. ദേഷ്യമല്ലാതെ വന്നപ്പോൾ മാമുനീശ്വരന്മാർ ശപിക്കില്ലേ, ദേഷ്യം വന്ന അതുപോലെ ഈ കുട്ടിയോട് പറഞ്ഞു, നീ അസുരനായി തീരട്ടെ.
ഈ അസുരനായി തീരട്ടെ എന്നുള്ള ശാപവുമായിട്ട് ആ കുട്ടി ആ ജന്മം അങ്ങനെ തീർത്തു. ആ സമയത്താണ് ഈ ഗർഭം വേണമെന്നും പറഞ്ഞ് ഇയാൾ തപസ് ചെയ്ത് ദമ്പൻ ഭാര്യയ്ക്ക് ഗർഭം കൊടുത്തപ്പോൾ ഭഗവാൻ എന്ത് തീരുമാനിച്ചു? ഇത്രയും നല്ല ഒരു പ്രബലനായ കുട്ടി, എൻ്റെ സുഹൃത്ത്, കൃഷ്ണൻ്റെ സുഹൃത്തായ സുദാമാവ്, ഭഗവാൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന സുദാമാവ് ഭൂമിയിൽ അസുരനായി ജനിക്കേണ്ട ശാപം അത് തീർന്നു പോണല്ലോ. അതുകൊണ്ട് കൃഷ്ണന്റെ തോഴനായിരുന്ന ഈ സുദാമാവ് എന്ന ഗോപപാലൻ ഈ ഗർഭത്തിൽ പ്രവേശിച്ചു. ഗർഭം ഒക്കെ പൂർണ്ണമായി, കുട്ടിയൊക്കെ ഉണ്ടായി. രാജകൊട്ടാരത്തിലൊക്കെ വലിയ വലിയ ആഘോഷങ്ങൾ നടന്നു. ദാനധർമ്മങ്ങൾ, അതാ പ്രത്യേകത. നമ്മളെന്താ ചെയ്യുന്നത്? ദാനധർമ്മം വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ കൊടുത്തതിന് എത്ര കണക്കുണ്ടാവുള്ളൂ. നമ്മൾക്ക് അധ്വാനിക്കുന്നത് മുഴുവൻ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഇക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ കെട്ടികൾക്കും, ഇല്ലേ? ഈ ഒരു അവസ്ഥ ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അധ്വാനിച്ച് നീ നേടുന്നതിൽ ഒരു ദിവസം ഒരു പൈസ എങ്കിലും, അന്ന് പൈസയുടെ കാലഘട്ടം, ഇന്ന് 21-ാം നൂറ്റാണ്ടാണ്, ഒരു പൈസ ഇല്ല. പണ്ടുണ്ടായിരുന്നു, മ്യൂസിയത്തിലൊക്കെ കാണാം. 1 രൂപ നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കുക. ഒരു മാസം എത്ര രൂപ മാറ്റി വെച്ചു? 30 രൂപ മാറ്റി വെക്കാം, അല്ലേ? അത്രേ വേണ്ടു. അധ്വാനിക്കുന്നതിൽ നിന്നും ഒരു ഭാഗം നീ ദാനധർമ്മത്തിനായി നീക്കി വെക്കണം എന്ന് ഹൈന്ദവനോടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ട് സക്കാത്ത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ദാനധർമ്മത്തിനായി നമ്മൾ നീക്കി വെക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഇത് പ്രകാരം ഇവിടെ രാജകൊട്ടാരത്തിൽ ബ്രാഹ്മണരെ എല്ലാം വിളിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യാണ്. ബ്രാഹ്മണർക്ക് ദാനധർമ്മം ചെയ്തു. ആർക്കൊക്കെ എന്തൊക്കെ വേണോ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രദാനം ചെയ്തു, മറ്റുള്ള സാധനങ്ങൾ വേണ്ടവർക്ക് അരി, പച്ചക്കറി അതെല്ലാം കൊടുത്തു. ഇങ്ങനെ എല്ലാ ദാനധർമ്മങ്ങളും ചെയ്ത് ആഘോഷത്തോടുകൂടി ആ കുട്ടി സോമനെ പോലെ വിളങ്ങിന. കാരണം ഭഗവാന്റെ തോഴനായ സുദാമാവാണ് ജനിച്ചിരിക്കുന്നത്. ഒരു ചന്ദ്രനെ പോലെ, പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ അങ്ങനെ വിളങ്ങി ശോഭിക്കുകയാണ് ഈ ശംഖചൂഡൻ എന്ന കുട്ടി. ജാതകർമ്മം നടത്തി. എന്താ പേരിടണ്ടേ? ശംഖചൂഡൻ എന്ന് പേരിട്ടു. നല്ല പേരാണ് അല്ലേ? ശംഖ് നമുക്കറിയാം. ഒരു വീട്ടില് ആരാണോ സാളഗ്രാമവും ശംഖും തുളസിയിലയും ചേർത്ത് വെച്ച് ഭഗവാനെ ആരാധിക്കുന്നത്, ഭഗവാന് അവൻ ഏറ്റവും ഇഷ്ടനായി തീരും എന്ന് ഗ്രന്ഥം ശിവപുരാണം പറയുന്നുണ്ട്. ഇവിടെ പേര് തന്നെ ശംഖിലാ തുടങ്ങുന്നത്. ശംഖിനെ പോലെ വെളുത്ത കുട്ടിയായിരുന്നു ഇത്ര. ശംഖചൂഡൻ എന്ന പേരിട്ടു. ഈ കുട്ടി വളർന്നു വലുതായി, ആയോധന കലകളൊക്കെ പഠിച്ചു. നല്ല സുന്ദരനായ കുട്ടി. എന്താ പ്രാർത്ഥിച്ചത് ദമ്പൻ? നല്ല ശക്തിമാനായ, ധർമ്മിഷ്ഠനായ, ഉത്തമനായ, പ്രബലനായ ഒരു കുട്ടി, 3 ലോകങ്ങളാലും അജയ്യനായ ഒരു കുട്ടി എനിക്കുണ്ടാവണമെന്ന്. അത് തന്നെ കിട്ടി. ഇങ്ങനെ കുട്ടി വളർന്നു വലുതായി എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ നേരെ പിന്നെ ആരംഭിക്കുക ചെല്ല ആചാര്യൻ്റെ അടുത്ത് ചെന്നു. പക്ഷെ ആചാര്യൻ മന്ത്രങ്ങളും ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല. ജൈഗിവീഷ മുനി എന്ന് പറഞ്ഞിട്ട് ഒരു മുനി ഉണ്ടായിരുന്നു. ആ മുനീശ്വരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പുഷ്കരത്തിൽ പോയി തപസ് ചെയ്യണം. അപ്പോൾ അച്ഛൻ തപസ് ചെയ്ത അതേ പുഷ്കര തീർത്ഥത്തിലേക്ക് ആരും പോയി? ഈ ശംഖചൂഡനും പോയി. ശംഖചൂഡൻ അവിടെ ചെന്ന് കൊടും തപസ്സ. എന്തിനാ തപസ് ചെയ്യുന്നേ? തപസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 4 ആശ്രമങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതാണ് പുരുഷാർത്ഥങ്ങൾ. പുരുഷാർത്ഥങ്ങൾ നേടാനാണ് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാ? ധർമ്മത്തിലൂടെ അർത്ഥം, പണം സമ്പാദിച്ച് ആ പണം കൊണ്ട് കാമം, ആഗ്രഹങ്ങൾ സാധിച്ച് മോക്ഷം നേടണം. ഈ 4ാമത്തതിലേക്കാണ് നമ്മൾ ഹൈന്ദവരെത്താത്തത്. 3 എണ്ണമൊക്കെ ശരിക്ക് ചെയ്യുന്നുണ്ട്. ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടുമ്പോൾ അത് ഐശ്വര്യവത്താവണമെങ്കിൽ നീ തപസ് ചെയ്യണം. തപസ് ചെയ്താൽ നിനക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്നുള്ള ഉപദേശം കിട്ടും. ഒരു ഉപദേശം കൊടുത്തു. മുനി പറഞ്ഞ പോലെ പുഷ്കരത്തിൽ പോയി. പുഷ്കര തീർത്ഥത്തിൽ കൊടുങ്കാട്ടിൽ അങ്ങനെ തപസ് ചെയ്തു. കുറേ കാലം തപസ് ചെയ്തു. കാലങ്ങളോളം തപസ് ചെയ്യുമ്പോൾ എന്താ? ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. കുമാര, എന്താ വരം വേണ്ടത് ചോദിക്കൂ. ദേവന്മാരൊക്കെ കൊടുക്കാനിരിക്കുക. നമ്മളങ്ങനെ ചെല്ലാത്ത പ്രശ്നമേ ഉള്ളൂ. നമ്മൾ വിചാരം എന്താ? ഒന്നും എനിക്ക് തരുന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് ക്ഷേത്രത്തിൽ വരാൻ തയ്യാറല്ല, എന്നിട്ടും കിട്ടുന്നില്ല എന്നാ പറയുക. അത്രയേ ഉള്ളൂ. ഭക്തൻ ആഗ്രഹിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഭഗവാൻ ആഗ്രഹിക്കൂത്രേ, എൻ്റെ ഭക്തനെ ഒന്ന് കാണണമെന്ന്. നമ്മൾ പറയില്ലേ ഗുരുവായൂർക്ക് പോകാൻ എന്തൊരു കൊതിയാകണമെന്ന്. അതുപോലെ ഇവിടെ
ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് 3 ലോകങ്ങളും കീഴടക്കണം. എന്താ അച്ഛൻ പറഞ്ഞത്? 3 ലോകങ്ങളാലും അജയ്യനാകണം. ദേവന്മാർ എന്നെ ഒരിക്കലും തോൽപ്പിക്കരുത്. ഈ അസുരന്മാർക്കെല്ലാം അറിയാം ഇവരുടെ ശത്രുക്കൾ ദേവന്മാരാണ്. ദേവന്മാർ സുഖിച്ച് സ്വർഗത്തിൽ വാഴുകയാണ്. ദേവേന്ദ്രന്റെ കൂടത്തിൽ തന്നെയാണ്. ആരെ എപ്പോഴും ദേവേന്ദ്രനെ സഹായിക്കും. ഇന്ദ്രന്റെ കസേര ഇറക്കിറക്കി ഇങ്ങനെ പൂത്രേ. അപ്പോഴൊക്കെ ഭഗവാൻ ചെന്നിട്ട് അങ്ങനെ കയറ്റിയിരുത്തും. അതാണ് മഹാബലിയുടെ ഒരു കഥ ഉണ്ടല്ലോ. ഇവിടെ ഇവര് തീരുമാനിച്ചു, അങ്ങനെയാ, തഥാസ്തു, കൊടുത്തു. എന്താ കൊടുത്തേ? ദൈത്യന്മാർ, അതായത് ദേവന്മാരാൽ ഒരിക്കലും ദൈത്യന്മാർ പരാജയപ്പെടരുത്. എന്നെ ഒരു ദേവന്മാരും വധിക്കാൻ പാടില്ല. തഥാസ്തു, അതും കൊടുത്തു. എന്നിട്ടോ തിരിച്ചു വീട്ടിലെത്തി. തിരിച്ചു വീട്ടിലേക്ക് പോയില്ല. ദമ്പൻ തിരിച്ചു വീട്ടിൽ പോയി. പക്ഷേ ഈ ശംഖചൂടൻ വീട്ടിലേക്ക് പോവല്ല. ബ്രഹ്മാവ് ഇവന്റെ ഈ ഐശ്വര്യവും ഒക്കെ കണ്ടപ്പോൾ പിന്നെ പൂർവ്വകഥ ദേവന്മാർക്ക് അറിയുകയും ചെയ്യാം. ആരാ ഇത്? സുധാമാവ് പറഞ്ഞു, നീ ഏതായാലും തപസ് ചെയ്ത് നല്ലൊരു ജീവിതം എല്ലാവരാലും അജയനായി ജീവിക്കാൻ തീരുമാനിച്ചില്ലേ? ഒരു പണി ചെയ്തോളൂ. ഇവിടെ നിന്ന് നേരെ നീ കുറച്ചുകൂടി ഉൾക്കാട്ടിലേക്ക് പുഷ്കരത്തിൽ തന്നെ ഒരാൾ കൂടി തപസ് ചെയ്യുന്നുണ്ട്. ധർമ്മധ്വജ രാജാവിൻ്റെ പുത്രിയായ തുളസി അവിടെ തപസ് ചെയ്യുന്നുണ്ട്. അവളെ പോയി കാണണം. അവളെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. നേരെ കുതിരപ്പുറത്തേറി അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കുതിരയെ നിർത്തി സുന്ദരിയായ ഒരു യുവതിയെ കണ്ടപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി എന്തൊരു സുന്ദരിയായ യുവതി, ഇത് തന്നെ ആയിരിക്കും തുളസി, ബ്രഹ്മദേവൻ പറഞ്ഞ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നു. കുറച്ച് അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഹേ ഭവതി, അങ്ങ് ആരാണ്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ കഠിന തപസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ യുവതി ചിരിച്ചുകൊണ്ട് നമസ്തേ ഒക്കെ പറഞ്ഞു. അതാണ് അഭിവാദനം ചെയ്യണമെന്ന. ആരെയാ നമ്മൾ നമസ്കരിക്കുന്നത്? ഒരു വ്യക്തിയെ, ഒരു കൂട്ടത്തെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ വ്യക്തിയിലും കൂടെയുള്ള എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഇരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ നമസ്തേ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരം ഇല്ലാതെ ഭാരതീയൻ ഇങ്ങനൊരു സംസ്കാരം ചെയ്യുന്നത്. ഇവിടെ സ്വീകരിക്കുക. അങ്ങ് ആരാണ് എന്ന് ചോദിച്ചില്ലേ? ഭവതി ആരാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം പറഞ്ഞു, ഞാൻ ധർമ്മധ്വജ രാജാവിൻ്റെ പുത്രി തുളസിയാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഭവാൻ ആരാണ്? അപ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നു ശംഖചൂടൻ. എന്നിട്ട് ആദ്യം എന്താ പറഞ്ഞെന്നോ, ഞാൻ തുളസിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ എന്താ പറയുന്നതെന്നറിയോ? അങ്ങേക്ക് ഇപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ നിന്നും പോകുന്നതാണ്. കാരണം അങ്ങയെ കണ്ടിട്ട് ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച യുവാവാണ് എന്ന് തോന്നുന്നു. മറ്റൊന്ന്, സ്ത്രീകൾ അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. നമ്മൾ സ്ത്രീകൾ തന്നെയാണ് പറയുന്നത് കേട്ടോ, തുളസി ദേവിയാണ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈ സ്ത്രീകളുമായി സംസർഗം കൂടണമെന്ന് അങ്ങ് ആഗ്രഹിച്ചില്ലേ? അങ്ങ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. കാരണം സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർക്ക് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ കഴിയും. കാരണം മഹാമായയാകുന്ന ലക്ഷ്മി തന്നെയാണ് സ്ത്രീയായിട്ട് ഓരോ സ്ത്രീകളിലും കുടികൊള്ളുന്നത്. ഈ മായയിൽ അങ്ങയെ മോഹിപ്പിക്കും സ്ത്രീകൾ. ഈ സ്ത്രീകളുടെ മായയിൽ മോഹം തോന്നിക്കഴിഞ്ഞാൽ പുരുഷന്മാർ അവൾക്ക് അടിമയാകും. ചില വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മായിമ്മമാരെന്നോട് പറയും, മരോളുകൾ വരുന്നവരെ മകൻ എന്നെ വലിയ കാര്യമായിരുന്നു, ഇപ്പം എന്നോട് ഒന്നും ചോദിക്കൂല, മിണ്ടൂല്ല. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം അതാണ് ഇവിടെ ഉപദേശം കൊടുക്കുന്നത്. സ്ത്രീകൾ മോഹിപ്പിച്ച്, അവളുടെ സൗന്ദര്യത്തിൽ മോഹിപ്പിച്ച് പുരുഷനെ അടിമയാക്കി നിർത്തും. അങ്ങ് ഒരിക്കലും അടിമയാകേണ്ടവനല്ല, അതുകൊണ്ട് വേഗം പൊയ്ക്കോളൂ എന്ന് ഉപദേശിച്ചു. ഇത് കേട്ടപ്പോൾ ശംഖചൂടൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ ദമ്പൻ എന്ന അസുരൻ്റെ പുത്രനായ ശംഖചൂടനാണ്. ഞാൻ തപസ് ചെയ്തു കുറേ കാലം. എനിക്ക് ബ്രഹ്മാവ് വരം തന്നിട്ട് തുളസിയെ കാണാൻ അയച്ചതാ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും തുളസി ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുല്ലോ, അത് ചിന്തിക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ, ഭവതി പറഞ്ഞതിൽ തെറ്റുമുണ്ട് ശരിയുമുണ്ട്. ഉപദേശിച്ചുല്ലോ, വേഗം പൊയ്ക്കോളൂ, സ്ത്രീകളെ കൂട്ടണ്ടാന്ന്.
ഇവിടെ പറയുന്നത് തെറ്റും ശരിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയാണ്, ഭവതി പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് അടിമപ്പെട്ട പുരുഷൻ അടിമയായി കഴിയും, അത് ദോഷം ചെയ്യും, അങ്ങയെ മായയിൽ മുക്കി അവരെ സൗന്ദര്യത്തിൽ ലയിപ്പിച്ച് അങ്ങനെ നിർത്തുന്ന അങ്ങനെ ഉള്ള ഒരു പുരുഷൻ ദാനം, യജ്ഞം, പൂജ, തപസ് എന്ത് ചെയ്തിട്ടും ഫലം കാണില്ല അത്രേ. കാരണം അദ്ദേഹം ഒരു സ്ത്രീക്ക് അടിമയായതുകൊണ്ട്. അതുകൊണ്ട് ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിൽ തെറ്റും ശരിയും ഉണ്ട് എന്ന് പറയാൻ കാരണം സ്ത്രീ ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണത ഇല്ല. മഹാദേവന്റെ ശക്തി ശ്രീ പാർവതീ ദേവിയ. ശിവം എന്നെഴുതിയ വള്ളി വായിച്ചു നോക്കൂ, അത് ശവായില്ലേ. ഭഗവാന്റെ ശക്തി പാർവതീ ദേവിയ. ആ ശക്തി ഇല്ലാതെയായി സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോൾ അപ്പോഴാണ് മഹാദേവൻ തപസ് ചെയ്ത് പിന്നെ പാർവതീ ദേവിയെ കിട്ടുന്നത്. തിരുവാതിരയിലെ കഥ ഇവിടെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒക്കെയാണെന്ന്. അപ്പം പറയാണ്, ഒരു കുലീന കുടുംബത്തിൽ ജീവിച്ച ഒരു സ്ത്രീക്ക് നല്ല കുലത്തിൽ ജനിച്ച ഒരു പുരുഷനുമായി രഹസ്യമായി സംഭാഷണത്തിൽ ഏർപ്പെടാമെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കാം. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഞാൻ അങ്ങയെ ഒന്ന് പരീക്ഷിച്ചതാണ്, അങ്ങ് അതിൽ വിജയിച്ചിരിക്കുന്നു. കാരണം എന്താണോ, കല്യാണം കഴിഞ്ഞു വന്നു എന്ന് കരുതി ആ സ്ത്രീക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. ഒരു പുരുഷൻ എന്ന തത്വം നമ്മളെ ശിവപുരാണം ഓർമ്മിപ്പിക്കുക. പുരുഷൻ പുരുഷനായി തന്നെ നിന്ന് ഇത് എൻ്റെ അമ്മയാണ്, മറ്റത് എൻ്റെ പെങ്ങളാണ് എന്ന് ഉറച്ചു പറയാം. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനവും അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനവും കൊടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അമ്മ എന്താ വിചാരിക്കണ്ടേ, ഇത്ര ദിവസവും ഞാൻ ഈ വീട് അല്ലെ ആ വിളക്കും പിടിച്ചിങ്ങോട്ട് കയറുക, ലക്ഷ്മി നീ തന്നെ എന്ന് പറയും. വന്ന് തുടങ്ങിയതാണ് ഈ അടുക്കളയിലെ പരിപാടിക്ക്. അവിടെ അങ്ങനെ കടന്ന് ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു, ഭാഗവതം പറയുന്നതാ. ആ ഗൃഹമാകുന്ന അന്തകൂപത്തിൽ ഒരു കുറ്റിയടിച്ച് കെട്ടിയ പശുവിനെ പോലെ നിന്നങ്ങനെ കറങ്ങുക. എത്ര കൊല്ലായി? മകൻ 28 വയസ്സിൽ കല്യാണം കഴിച്ചു. അപ്പോൾ ഒരു 32 വർഷമെങ്കിലും ആയിട്ടുണ്ടാവില്ലേ. ഇനി മതി, എന്താ എല്ലാം മതി എന്ന് വെച്ചാൽ കഴിഞ്ഞത്ര എല്ലാ പ്രശ്നങ്ങളും തീർന്നു. താക്കോൽ കൂട്ടം ഏൽപ്പിക്കുക, വന്ന് കയറുമ്പോൾ വിളക്കിനൊപ്പം ഏൽപ്പിക്കുക എന്നല്ല കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ പോകുമ്പോൾ തന്നെ അവളെ പരിചയപ്പെടുത്തണം. അത്ര ഇതാണ് ആ ഡപ്പി, ഇതാണ് ഈ കുപ്പി, ഇതാണ് അലമാരയുടെ താക്കോല്. പതുക്കെ ആ ചുമതല അങ്ങോട്ട് കൈമാറുക. അതാണ് ആ വിളക്ക് കൈമാറുമ്പോൾ, ഇനി ഈ കുടുംബത്തിലെ ലക്ഷ്മി നീയാണ്, നീ ഐശ്വര്യമായിട്ട് ഈ കുടുംബം നോക്കിക്കോ. അങ്ങനെ ഓരോ ചുമതലകളും അവൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? അവസാനത്തെ ആശ്രമാവേ നമ്മളെ മകനൊരു 28 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 50 എന്തായാലും അടിച്ചിട്ടുണ്ടാവില്ലേ. 50 കൂടുതലും ഉണ്ടാവും. 4 ആശ്രമങ്ങളിലെ ബ്രഹ്മചര്യം പഠന കാലഘട്ടം, പിന്നെ ഗൃഹസ്ഥാശ്രമം, കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി പ്രാരാബ്ധത്തിൽ കഴുതയെ പോലെ കുതിരയെ പോലെ മുങ്ങി നടന്ന വർഷം. അതാണ് ഭാഗവതം ആയുസ് കൊടുക്കുന്ന കഥ പറയുന്നത്. അതും കഴിഞ്ഞ പിന്നെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ. അതിലാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ടാവുക. കാരണം പ്രാരാബ്ധമൊക്കെ ആർക്കും ഒഴിച്ചു കൊടുത്തു, മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കൈ ഫ്രീ ആയി. നോക്കിക്കോ, ഞാൻ അമ്പലത്തിലേക്ക് പോകാട്ടോ. അല്ലാതെ ഒരു കാനനത്തിക്ക് പോയി പണ്ടത്തെ പോലെ തപസ്സൊന്നും ചെയ്യൽ നടക്കില്ല. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഇറക്കി വെച്ച് ഒരു ക്ഷേത്ര സങ്കേതത്തിലേക്ക് അങ്ങോട്ട് വന്നു പെടുക. ചിലപ്പോൾ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒരു പ്രഭാഷണമൊക്കെ വീണ് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ശിവേലിയും കണ്ട് മഹാദേവനെ തൊഴുത് അന്നദാനം കഴിച്ച് അടുത്ത ഭജനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇവിടെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അമ്മ നിന്ന് അടിക്കുന്നതാണ്. എന്താണ്, എൻ്റെ സ്ഥാനം ഞാൻ വിട്ടു തരില്ല. എന്തൊരു സുഖമുള്ളതല്ലേ. 4-5 മണിയായാൽ നമ്മൾ ഓണാവും. ആദ്യം ഉണരുന്നതും അവസാനം കിടക്കുന്നതും ആരാ? ആ വീട്ടിലെ അമ്മയാണ്. ഇപ്പം ഈ നെറ്റ് വന്നപ്പോൾ പിന്നെ മക്കളായിട്ട് ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അവരിതിനൊന്നും വരില്ലല്ലോ. അങ്ങനെയുള്ള പ്രാരാബ്ധമൊക്കെ മാറ്റി രാവിലെ നിന്നിട്ട് കുളിച്ച് നേരെ പൂജാമുറി വിളക്കം വെച്ച് അടുക്കളയിലേക്ക് പോയിരുന്ന അമ്മ ഗ്രന്ഥം എടുത്ത് ഇവിടെ വന്ന് നാരായണീയത്തിൽ 28ാമത്തെ ദശകം ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. കേരളം തരളാനരം പുരസ്താൽ ജലദേരുദ്ധിജകാള കാളകൂടം അമരസ്തുതിവാദമോദനിഗ്നോ ഗിരിശസ്തന്നിഭവൗ ഭവത്പ്രിയാർത്ഥം. 28ാമത്തെ ദശക പറയാണ് ഭഗവാൻ. എന്താ പറയണത്? കേരളം തരളാനലം പുരസ്താൽ, ആ ജലത്തിന് മുകളിൽ പാലാഴി കടയുമ്പോൾ കാളകൂടം പൊങ്ങി വന്നു. ആർക്ക് വേണ്ടി? ഗിരീശൻ അത് ഭക്ഷിച്ചു. മഹാദേവൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ദേവന്മാർ സ്തുതിച്ചപ്പോൾ ആ കാളകൂടം പാനം ചെയ്തു. നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കണേ? ശ്രീ പാർവതി കഴുത്ത് പിടിച്ചു എന്നൊക്കെ അല്ലേ ഇന്നലത്തെ കഥ പറയുന്നേ. അതൊന്നുമല്ല.
പാർവതി ദേവി എന്തിനാ കഴുത്ത് പിടിക്കുന്നത്? ഈ സർവലോക മഹേശ്വരനായ മഹാദേവന് ഈ ഭൂലോകം അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നാഥനായി നിൽക്കുന്ന മഹാദേവന് ഇത്തിരി പോന്ന ഒരു കാളകൂട വിഷമൊന്നും ഒന്നുമല്ല. ആ പാർവതി ദേവിക്ക് അതറിയാം, ശങ്കരൊന്നും പൊത്തിപ്പിടിച്ചിട്ടില്ല, വെറുതെ ഓരോ കഥകൾ പറയുന്നതാ. അപ്പോൾ മഹാദേവന് ആരുടെ പ്രീതിക്ക് വേണ്ടി? വിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് കാളകൂടം ഭക്ഷിച്ച് 4 വരിയുള്ളൂല്ലേ കുറുക്കിങ്ങോട് വെച്ചിരിക്കുക. ഭാഗവതം 18,000 ശ്ലോകങ്ങളെ 1036 ശ്ലോകങ്ങളിലാക്കി നാരായണീയം കുറുക്കി വെച്ച കഷായ. വിദേശികളൊക്കെ ഇപ്പോഴും ഇങ്ങോട്ട് പറയാം, അമേരിക്കന്നൊക്കെ ഒരു നാരായണീയം ഇങ്ങോട്ട് പാഴ്സൽ ചെയ്ത് തരുമോ? കാരണം എന്താ, സുഖമില്ല ടീച്ചറെ, എന്നും അസുഖങ്ങളാ. ഒന്ന് മാറിയ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ തന്നെ എന്താ ചെയ്യുക, മാറുക ചെയ്യുക. ഒരസുഖം മാറി മറ്റൊന്നാകും. നമ്മുടെ അഥർവവേദത്തിൻ്റെ ഭാഗമായ ആയുർവേദം, ആയുസ്സിൻ്റെ വേദം, അത് തേടി വിദേശികൾ ഇങ്ങോട്ട് വരിക കോട്ടക്കിലേക്ക്. നമ്മളിതൊക്കെ മാറ്റി അവരുടെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ പുറകെ. അതുകൊണ്ട് ഒരു സുഖമില്ല. ഞാൻ നാരായണിയെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. പൂനെയില എൻ്റെ ചേച്ചി പറഞ്ഞു, വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവരിവിടെ മലപ്പുറത്ത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. അപ്പോൾ കഥയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നേ, ഈ തുളസിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ തുളസി ഉപദേശം കൊടുക്കുക, അങ്ങ് എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ശരിക്കും ഒരിക്കലും ഭാര്യയുടെ സൗന്ദര്യത്തിൽ അങ്ങനെ അടിമപ്പെട്ട് ഭർത്താവ് ജീവിക്കരുത്. അതുവരെ എന്തായിരുന്നു അവൻ്റെ ജീവിതം? പുരുഷനായിരിക്കണം വീട്ടിലെ നാഥൻ. പെടക്കോഴി പോകുന്ന വീടുകളിൽ സ്വസ്ഥത കുറയുന്നത് അതുകൊണ്ടായിരിക്കാം പണ്ട് മുത്തശ്ശി പറഞ്ഞത്. പക്ഷേ ആത്മീയ സംസ്കാരം ഉള്ള വീടുകളിലേക്ക് പോകുന്ന കുട്ടികൾ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തുളസിയും ശംഖചൂടനും നേരിട്ട് കണ്ടു, സന്തോഷമായി. ഗാന്ധർവവിധി പ്രകാരം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദമ്പനന്നെ രാജാവായിട്ടിരിക്കണേ. അങ്ങനെ സുഖമായിട്ട് അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ രാജസഭ കൂടി. ഓരോ അസുരന്മാരായിട്ട് പറയാണ്, മകനതെ കല്യാണമൊക്കെ കഴിച്ചു, എന്തിലേക്ക് പ്രവേശിച്ചു, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നു. അങ്ങനെ എന്ത് ചെയ്യണം? വാനപ്രസ്ഥത്തിലേക്ക്, അടുത്ത ആശ്രമത്തിലേക്ക് പോകണം. എന്താ ഈ ആശ്രമം? ആശ്രമം ആഞ്ഞു ശ്രമിച്ചാലേ അത്രേ ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയൂ. അങ്ങനെ സഭ കൂടി. ഭൂരിപക്ഷം എന്ത് പറഞ്ഞു? ശംഖചൂടനെ രാജാവാക്കണം. ശംഖചൂടനെ രാജാവാക്കി. ഇവർ അസുരന്മാരാണെങ്കിലും സമാധാനപരമായിട്ട് അവരുടെ ആ ദൈത്യരാജ്യം ഭരിച്ച് അങ്ങനെ കഴിയായിരുന്നു. പക്ഷേ ഈ മകന് രാജ്യഭരണം കിട്ടിയതും സ്വഭാവം മാറി. സുഖമായിട്ടാണ് തുളസിയുടെ കൂടെ ജീവിക്കുന്നത്. പറഞ്ഞ പോലെ ശ്രീകൃഷ്ണ മന്ത്രമൊക്കെ ഉണ്ട്. വരം കൊടുത്ത സമയത്ത് ഭഗവാൻ ഒരു ശ്രീകൃഷ്ണ കവചം കൂടി കഴുത്തിൽ ചാർത്തി കൊടുത്തു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇങ്ങനെ ആ കവചത്തിൻ്റെ പ്രഭാവത്താൽ അദ്ദേഹം അങ്ങനെ മതിച്ച് നടന്ന് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഒക്കെ ചെയ്തില്ലേ, അതുപോലെ ത്രിലോകങ്ങളെയും അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ദേവന്മാരെ എല്ലാം ആക്രമിച്ച് ദേവലോകം കീഴടക്കി അവരെയൊക്കെ പുറത്താക്കി. ദേവി മഹാത്മ്യം കഥയിൽ എന്താ പറയുന്നത്? അസുരന്മാരെല്ലാവരും ശക്തി മുത്തിട്ട് ദേവന്മാരെ എല്ലാം അടിച്ചു പുറത്താക്കി. അവർ ഭൂമിയിൽ ഒളിച്ച് താമസിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ അത് സംഭവിച്ചു. ദേവന്മാർക്ക് പേടിയായി. അസുരന്മാരെ എല്ലാം അവർ സ്വർഗത്തിൽ കയറിക്കൂടി. ഈ ഓരോ ഞാൻ പറഞ്ഞില്ലേ, ആദിത്യം ദർപ്പയാമി, സോമം ദർപ്പയാമി, ഈ നവഗ്രഹങ്ങളുടെയൊക്കെ ദേവതകളുടെ സ്ഥാനം അവരലങ്കരിച്ച് അവർക്ക് കൊടുക്കേണ്ട പ്രീതിപ്പെടാനുള്ളതൊന്നും കൊടുക്കാത്ത ഒരവസ്ഥയായി. ദേവന്മാർക്കൊന്നും യജ്ഞഭാഗം കിട്ടുന്നില്ല, വിശിപ്പടക്കാൻ ഒന്നും കിട്ടുന്നില്ല. ആ സമയത്ത് അവർ ഭൂമിയിൽ അങ്ങനെ ഒളിച്ച് കുറ്റിക്കാട്ടിലും മറ്റും താമസിച്ചു. ഇങ്ങനെ ആയപ്പോൾ കുറകാലം കഴിഞ്ഞിട്ടും ഇവൻ്റെ ശക്തിക്ക് ഒരു അറുതി വരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കൊണ്ടുവച്ചു അപ്ലിക്കേഷൻ എവിടെ? ബ്രഹ്മലോകത്ത്, സത്യലോകത്ത് പോയി ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു. അങ്ങല്ലേ ഈ വരമൊക്കെ കൊടുത്ത് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയേ, അതുകൊണ്ട് അങ്ങ് തന്നെ ഇത് പരിഹരിക്കണം പറഞ്ഞു. എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല, വരെ ഇങ്ങനെ കൊടുക്കാനേ കഴിയുള്ളൂ. അത് സംഭരിക്കുന്ന പരിപാടിയൊക്കെ അവിടെ മേലോടത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. മുകളിലേക്ക് അപ്ലിക്കേഷൻ അയച്ചു. ബ്രഹ്മാവും കൂടെ പോയി, ദേവന്മാരും ഉണ്ട്, മഹർഷീശ്വരന്മാരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങോട്ട് പോയി വൈകുണ്ഠത്തിലേക്ക് ചെന്നു. വൈകുണ്ഠത്തിലേക്ക് ചെന്നപ്പോൾ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ അനന്തശായിട്ട് കിടക്കുകയാണ്. വിഷ്ണുവിനോട് പറഞ്ഞു, ഹേ ഭഗവാനെ നാരായണ, അങ്ങയുടെ ഭക്തനായ ആ ശംഖചൂടൻ ഞങ്ങളെ എല്ലാം അടിച്ച് പുറത്താക്കി, ഞങ്ങൾക്ക് ദേവലോകം നഷ്ടപ്പെട്ടു. അങ്ങ് ഇതിനൊരു പരിഹാരം കാണണം. അവിടെ ആദ്യം എന്താ പറഞ്ഞേ? അങ്ങയുടെ ഭക്തനായ ഭഗവാൻ. അതവിടെ അണ്ടർലൈൻ ചെയ്തു. ഭഗവാൻ പറഞ്ഞു ഇത്രേ, നിങ്ങളെന്താ പറഞ്ഞത്? എൻ്റെ ഭക്തനാണ് എന്നല്ലേ? എൻ്റെ ഭക്തനെ ഞാൻ വധിച്ചാൽ ഞാൻ തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ എൻ്റെ കളിത്തോഴനായ സുദാമാവാണ്.
അസുരയോനിയിൽ വന്ന് ശാപം കാരണം, രാധയുടെ ശാപം കാരണം ജനിച്ചതാണ്. ആ കഥ വീണ്ടും പറയാ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞുല്ലോ, അതുകൊണ്ട് എനിക്ക് അവനെ വധിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ആരേ ഉള്ളൂ? ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരൻ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അവിടെ ബ്രഹ്മാവ് സൃഷ്ടി അവന് കൊടുത്തു, സ്ഥിതി പരിപാലനം ഇതേ വിഷ്ണു ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഹാരമൂർത്തിയായ അതിദേവനായ മഹാദേവനോട് കൈലാസത്തിൽ ചെന്ന് നിങ്ങൾ അപേക്ഷിച്ചോളൂ. മഹേശ്വരൻ ഇതിന് ഒരു പരിഹാരം കാണാതിരിക്കില്ല, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും ദേവന്മാരും മഹർഷീശ്വരന്മാരും എല്ലാം കൂടി മുകളിലേക്ക്, എവിടെ? കൈലാസനാഥൻ്റെ അടുത്തേക്ക് ചെല്ലുക. നേരെ കയറി ചെല്ലാനൊന്നും പറ്റില്ല. 15 ഗോപുരങ്ങളുണ്ട് അത്രേ കൈലാസത്തില്. ആ 15 ഗോപുരങ്ങളും കടന്നു ചെന്നപ്പോൾ നന്ദികേശ്വരൻ അവിടെ കാവലാളായിട്ട് ഇരിക്കുക. നന്ദിയോട് സമ്മതം വാങ്ങിയതിന് ശേഷം കൈലാസത്തിലേക്ക്, ആ സഭയിലേക്ക് പ്രവേശിച്ചു. മഹാദേവൻ ശ്രീ പാർവതിയോടുകൂടി, മുരുകനോടുകൂടി, മുരുകനൊക്കെ സ്കന്ദനൊക്കെ അത്രയും ശക്തിമാനാട്ടോ. അതൊക്കെ ഈ അരിപ്പാറ പോകുമ്പോഴാണ് അതിൻ്റെ ശക്തി മനസ്സിലാവുക. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം വള്ളിമണാള സുബ്രഹ്മണ്യം ഹരായ നമവും ശിവായ നമവും ഹരായ നമവും ശിവായ നമവും. ആ മാതൃസമിതിയിലെ അമ്മമാരങ്ങനെ ഇരുന്ന് ചൊല്ലുമ്പോൾ, ആ സ്റ്റെപ്പ് കയറി അങ്ങനെ ചൊല്ലുമ്പോൾ ശരിക്കും കൈലാസത്തിലേക്ക് ചെല്ലുന്ന ഒരു അനുഭൂതി നമുക്ക് കിട്ടും. ഇനി അവിടെ ഗണപതി വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ശിവകുടുംബ സങ്കല്പം, അതാണ് നമ്മളുടെ കുടുംബം എന്നാ പറയുന്നത്. മഹാദേവൻ വേണ്ടവണ്ണം ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ കളിപ്പിച്ച് ശ്രീ പാർവതിയോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങോട്ട് വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും ഋഷീശ്വരന്മാരും കയറി ചെന്നു. അവരെ അർഘ്യപാദ്യങ്ങളോടുകൂടി മഹാദേവൻ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് കുശലാന്വേഷണം നടത്തുക. പറഞ്ഞു, സർവന്തര്യാമിയായ അങ്ങേക്ക് ഞങ്ങളൊന്നും പറഞ്ഞു തരണ്ടല്ലോ മഹാദേവ. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് കാലമായി ദേവന്മാർക്ക് അവരുടെ ദേവലോകം നഷ്ടപ്പെട്ടു. ആ ദേവലോകം അവർക്ക് വീണ്ടെടുത്തു കൊടുക്കണം. സ്വർഗത്തിലെ അധിപനായിട്ട് ദേവേന്ദ്രനെ നിയമിക്കണം. ഓരോ ദേവന്മാരുടെയും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. അവർക്ക് യജ്ഞഭാഗം ഒന്നും കിട്ടുന്നില്ല, പട്ടിണിയിലാണ് എന്നറിയിച്ചു. ഇതെല്ലാം അറിയിച്ചപ്പോൾ മഹാദേവൻ ചിരിക്കുക. കാരണം നിങ്ങളാരും വിഷമിക്കണ്ട, അവന് ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ട്. അജയ്യനാണ് അവൻ ഈ സമയത്ത്. ആ കാലം വരുമ്പോൾ അവനെ നമുക്ക് തിരിച്ച് ആക്രമിക്കാം. അപ്പോഴും ഇവർക്ക് സ്വസ്ഥതയില്ല. എത്രയോ കാലമായി യജ്ഞഭാഗം ഇല്ല, ഞങ്ങൾ എന്തു വേണമെങ്കിലും അങ്ങേക്ക് സഹായമായി ചെയ്യാന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പറയാണ്. അവനെ വധിക്കാൻ വൈഷ്ണവ ത്രിശൂലം കൊണ്ടേ കഴിയൂ. വിഷ്ണുവിൻ്റെ ത്രിശൂലം കൊണ്ടേ കഴിയൂ. മഹാദേവന് ഒരു ത്രിശൂലം ഉണ്ട്. മഹാദേവന് 5 ആയുധങ്ങളും 5 ഭൂഷണങ്ങളും. എങ്ങനെയാ അവിടെ വന്നാൽ ധ്യാനിക്കേണ്ടത്? ധ്യേയ പഞ്ചമുഖോ രുദ്ര, 5 മുഖങ്ങളും 5 ഭൂഷണങ്ങളും ഉള്ള രുദ്രനെ വേണം നമ്മൾ ധ്യാനിക്കാൻ. മഹാദേവൻ ത്രിശൂലം കൊണ്ട് അവനെ വധിക്കാം ഏറ്റു എന്ന് മാത്രമല്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അവനെ വധിക്കുന്നതിന് പകരം നമുക്കൊരു സന്ധി സംഭാഷണം ചെയ്യാമെന്ന് പറഞ്ഞു. സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. ആരെ അയച്ചെന്നറിയോ? ദേവന്മാരെ കണ്ട അവർ കൊല്ലും, ഉറപ്പാ. പിന്നെ അവർ അസുരന്മാരുടെ കൂട്ടത്തിൽ ആരും ഇവരുടെ ഭാഗത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യണം? പിന്നെയുള്ള കൂട്ടരാണ് ഗന്ധർവന്മാര്. ഈ ഗന്ധർവന്മാരിലെ ചിത്രരഥൻ എന്ന് പേരുള്ള ഗന്ധർവനെ അങ്ങോട്ട് അയച്ചു ഒരു ദൂതുമായിട്ട്. ദൂതൻ കടന്നു വന്നു. ശംഖചൂടൻ വേണ്ട പോലെ സ്വീകരിച്ചിരുത്തി. ഇയാളുടെ ഭരണത്തിൽ എല്ലാവർക്കും സന്തോഷമാണ് അത്രേ. ശംഖചൂടൻ സത്യസന്ധന, കൃഷ്ണഭക്തന, കൃഷ്ണമന്ത്ര ജപിക്കുന്ന, ധർമ്മിഷ്ഠന, ഒരു ജീവജാലങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ എന്തൊരു കുഴപ്പമുള്ളൂ, ദേവന്മാരാൽ ഞാൻ അജയ്യവൻ ആവണമെന്ന് പറഞ്ഞ കാരണം അവരെങ്ങനെ അടിച്ച് പുറത്തേക്കാക്കി. വേറുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഇഷ്ടം, പ്രജകൾക്കൊക്കെ സന്തോഷം. അസലായിട്ട് ആദിത്യ മര്യാദയൊക്കെ ചെയ്തു, സ്വീകരിച്ചിരുത്തി ചിത്രരഥനെ. അങ്ങനെ സ്വീകരിച്ചിരുത്തിയ സമയത്ത് ഞാനൊരു ദൂതുമായി വന്നതാണ്. അങ്ങ് ദയവ് ചെയ്ത് ആ ദേവന്മാരുടെ സ്വർഗലോകം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, പക്ഷേ ഇത് മാത്രം ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പം അതേ സമയത്ത് പറയാണ്, ഇത് വിട്ടു തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം എന്ന് ആരാ പറഞ്ഞെന്നറിയോ? ആദിദേവനായ മഹാദേവനാ. അപ്പോൾ പറഞ്ഞു, വളരെ കൂളായിട്ട് പറയാം, ആയിക്കോട്ടെ വന്നോളാൻ പറയൂ, നമുക്ക് യുദ്ധം ചെയ്യാം.
അപ്പം ഇദ്ദേഹം ഒന്ന് ഉപദേശിച്ചു, ഞാനേ നമ്മളൊക്കെ ഒരച്ഛൻ്റെ മക്കളല്ലേ, കശ്യപ പ്രജാപതിയുടെ 3 കൂട്ടരാണ്, ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും. അങ്ങ് ഒന്ന് ആലോചിച്ചു നോക്കൂ, മഹാദേവനോട് യുദ്ധം ചെയ്താൽ ആരും ജയിക്കില്ല. അതുകൊണ്ട് ആ ഒരു വെട്ടിത്തരത്തിന് നിൽക്കണ്ട, അങ്ങൊരു പണി ചെയ്യൂ, അതൊന്ന് അങ്ങോട്ട് വിട്ടുകൊടുത്തോളൂ, വേറെയുള്ള ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞു, പറ്റില്ല, യുദ്ധത്തിന് വന്നോളാൻ പറയൂ. ഇങ്ങനെ പോയി മഹാദേവനോട് പറയാ, യുദ്ധം ചെയ്തോളാൻ തന്നെ പറഞ്ഞിരിക്കണേ, ദേവലോകം വിട്ടുതരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ശരിക്കും കോപം വന്നുത്രേ. എല്ലാവരെയും വിളിച്ചു കൂട്ടി സജ്ജീകരണങ്ങൾ ചെയ്തു. ആരെ പോയി വിളിച്ചു കൂട്ടണത്? കൈലാസത്തിൽ ആരാ ഉള്ളത്? കുറേ ഭൂതഗണങ്ങളുണ്ട്. അവരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ അജയ്യനായ ഒരു വ്യക്തി, ശക്തിമാനായ വ്യക്തിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പോവുകയാണ്. അതൊന്നും പോരാ, വലിയ അക്ഷൗഹിണി പടയൊക്കെ ഉണ്ട് ഇയാൾക്ക്. 3 ലോകങ്ങളിലുള്ള രാജാക്കന്മാരും ഇദ്ദേഹത്തിന്റെ കീഴില. അപ്പൊ ഭദ്രകാളിയെ വിളിച്ചു. ഭദ്രം കരോതി ഇതി ഭദ്രകാളി. അവേതാളത്തിന്റെ പുറത്ത് പോയില്ലേ, ചോര നക്കി കുടിച്ചുകൊണ്ട് ദാരികനെ വധിച്ചില്ലേ, ആ ഭദ്രകാളി അവിടെ വന്ന് നിന്നു. ഇങ്ങനെ സപ്തമാതൃക്കൾ വന്ന് നിന്നു. എല്ലാവരും, മുരുകൻ വന്നു പടയുമായിട്ട്. സ്കന്ദനാണ് ഗണപതി, എല്ലാ ഗണങ്ങളുടെയും അധിപതിയാണ്. എല്ലാ സേനകളുമായിട്ട് മഹാദേവൻ യുദ്ധത്തിന് ചെന്നു. യുദ്ധത്തിന് വേണ്ടി ചെന്നിട്ട് യുദ്ധഭൂമിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടി ഉപദേശിച്ചു. ഹേ ശംഖചൂഡ, നമുക്ക് വേണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാം, കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ പോലെ. അവിടെ അർജുനനാ പറഞ്ഞത്, ഇവിടെ പറയാ മഹാദേവൻ, യുദ്ധം നമുക്ക് ഒഴിവാക്കാൻ, സർവനാശാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. അങ്ങ് ആ ദേവന്മാർക്ക് സ്വർഗം വിട്ടുകൊടുത്തോളൂ. സമ്മതിച്ചില്ല. നമുക്ക് യുദ്ധം ചെയ്യാം. വീണ്ടും അത് തന്നെയാ പറയുന്നത്. അപ്പൊ ചോദിക്കാം, എന്തിനാണ് ദേവന്മാരോട് ഇത്രയും വൈരം? അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നമ്മളെല്ലാവരും കശ്യപ പ്രജാപതിയുടെ മക്കളല്ലേ, എല്ലാവരും സഹോദരന്മാരല്ലേ, മഹാദേവ അങ്ങ് എന്താണ് എപ്പോഴും അവരുടെ പക്ഷം പറയുന്നത്? ഞങ്ങളുടെ ഭാഗത്ത് നീതിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ചോദിക്കുന്നതെന്നറിയോ? ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വധിച്ചില്ലേ, വിഷ്ണുവല്ലേ കൂട്ടുനിന്നത്? മഹാബലി എത്ര ഭക്തനായിരുന്നു, വിഷ്ണുവല്ലേ കൂട്ടുനിന്നത്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചു. ഇവിടെയൊക്കെ എന്ത് ധർമ്മമാണുള്ളത് എന്ന് ചോദിച്ചു. നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം. ഇവിടെ അപ്പൊ എന്താ ഉത്തരവുള്ളൂ എന്നറിയോ? ഭഗവാൻ ഒരൊറ്റ ഉത്തരേ പറഞ്ഞുള്ളൂ. അവരെല്ലാവരും എൻ്റെ ഭക്തന്മാരാണ്. ഭക്തിക്ക് മുമ്പിൽ ഞങ്ങളെല്ലാം അസ്വതന്ത്രരാണ്. ദേവന്മാർക്ക് ഭക്തന്റെ മുന്നിൽ താഴ്ന്നു നിൽക്കാനേ പറ്റൂ. ഇതുകൊണ്ടാണ് ഭഗവാൻ മഹാബലിക്ക് പാതാളത്തിൽ പോയി കാവൽ നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഭക്തി തിരി തരുവോ ചോദിച്ചപ്പോൾ ഒന്ന് ചിന്തിക്കട്ടെ പറഞ്ഞു എന്ന്. കാരണം ഭക്തന് അടിമയാണ് ഭഗവാൻ. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല എന്ന് ഗീതയിലൂടെ വിളിച്ചു പറയാണ് ഭഗവാൻ. അതുകൊണ്ട് വേറൊരു ക്വാളിഫിക്കേഷനും എനിക്ക് വേണ്ട. നാരായണീയത്തിൽ എന്താ പറഞ്ഞത്? ഹേ കൃഷ്ണ, നിരുന്തിരോഗാൻ, ഈ അസുഖം ഒന്ന് മാറ്റിത്തരണം, കൂട്ടത്തിൽ എന്നെ ഭക്തിയുള്ളവനാക്കി മാറ്റിത്തരണമേ. കൊണ്ടുവന്നിട്ടില്ല, ഒന്നും വന്നപ്പോ ഇല്ല. ഈ ആത്മാവ് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ, ശരീരം പോലും ഇല്ല. അപ്പൊ പിന്നെ എന്തേ ഉള്ളൂ? തിരിച്ചു പോകുമ്പോ നമ്മുടെ ആത്മാവിനെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ, ശരീരം കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിനെ എന്തിലേക്ക് ചേർക്കാൻ കഴിയൂ? ഭഗവാനിൽ നിന്ന് വന്ന ആ ഒരു ചൈതന്യത്തിലേക്ക്, പരമാത്മാവിലേക്ക് ചേർക്കാൻ കഴിയൂ. അതിനാ ഇതൊക്കെ ചെയ്യുന്നത്, ഗ്രന്ഥം വായിക്കുന്നതൊക്കെ. ഇവിടെ ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ എന്തുകൊണ്ട് എപ്പോഴും ഈ ദേവന്മാരുടെ ഭാഗത്ത് നിന്നു? അസുരന്മാരെക്കാൾ ഭക്തിയും വൃത്തിയും ശുദ്ധിയും ഒക്കെ ദേവന്മാർക്കാണ്. ദേവന്മാരെല്ലാം കറക്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ പ്രഭാത കൃത്യങ്ങൾ കഴിയും. അത് കഴിഞ്ഞാൽ അവർ സന്ധ്യാവന്ദനം, ഓരോ കാര്യങ്ങളും ഈശ്വരാധിഷ്ഠിതമായിട്ടേ ചെയ്യും. ശുദ്ധമായ ഭക്ഷണം കഴിക്കൂ. അസുരന്മാരെന്താ ചെയ്യുക? ശുദ്ധ പദാർത്ഥങ്ങളൊക്കെ കഴിക്കും. നട്ടപ്പാതിലേക്ക് അസുരൻ, നിശാചരൻ എന്നാ പറയുക, രാത്രിയിൽ സഞ്ചരിക്കുന്നവനാ. കണ്ണുകളിൽ ഇരുട്ടുള്ളവരാണ് അസുരന്മാർ എന്നാ പറയുക. രാത്രിയാണ് അവരുടേത്. ഒക്കെ വിപരീത ചെയ്യുക. അതുകൊണ്ട് ഭക്തി നിങ്ങളെക്കാൾ കൂടുതൽ ദേവന്മാർക്കാണ്. ഞങ്ങളെല്ലാവരും ഭക്തന്റെ മുന്നിൽ അടിമകളാണ്, ഞങ്ങൾ അസ്വതന്ത്രരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ യുദ്ധം ചെയ്തോളൂ. എന്തിനാ യുദ്ധം വേണ്ട എന്ന് പറയണേ? യുദ്ധം അങ്ങ് തുടങ്ങി. യുദ്ധം തുടങ്ങിയ സമയത്ത് 2 ഭാഗത്തും ശക്തിയ. ഈ ശംഖചൂഡന്റെ കഴുത്തില് കൃഷ്ണ കവചം ഉണ്ട്, ഒരു മാല. ഈ കൃഷ്ണ കവചം ഉള്ളത് കാരണം ദേവന്മാരെക്കാൾ ഇരട്ടി ശക്തി വിഷ്ണു,
ശംഖചൂഡന് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഓരോ വ്യക്തികളും ചെന്ന് യുദ്ധം ചെയ്ത് തോറ്റ് പിന്മാറി. ഭൂതഗണങ്ങളൊക്കെ വന്ന് പരാതി പറഞ്ഞു മഹാദേവനോട്. അപ്പോൾ മഹാദേവൻ കുറച്ചുകൂടി ചൈതന്യം കൊടുത്തപ്പോൾ അവർക്ക് ഒന്നുകൂടി ഉഷാറ് കിട്ടി, വീണ്ടും യുദ്ധം ചെയ്തു. ഇങ്ങനെ പരാജയപ്പെടുകയാണെന്ന് മനസ്സിലാവുക, ഒന്നുകൂടി സന്ധി സംഭാഷണത്തിന് ചെന്നു. അപ്പോഴും ശംഖചൂഡൻ എന്താ പറയുന്നതെന്നറിയോ? യുദ്ധം ചെയ്ത് തോൽപ്പിച്ചോളൂ, ഞാൻ ഒരിക്കലും സന്ധിക്ക് തയ്യാറല്ല. അങ്ങനെ ഇവരുടെ ഈ യുദ്ധം ഘോരമായി. ഭദ്രകാളി എന്ത് ചെയ്തു എന്നോ? പാശുപതാസ്ത്രം എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ആ സമയത്ത് അശരീരി മുഴങ്ങാണ്. പാശുപതാസ്ത്രം കൊണ്ടല്ല ശംഖചൂഡനെ വധിക്കാനുള്ളത്. അതോടുകൂടി പാശുപതാസ്ത്രം അവിടെ എടുത്തു വെച്ചു. പിന്നെ ബ്രഹ്മാസ്ത്രം എടുത്തു. ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ ശംഖചൂഡൻ തടുത്തു. അഗ്നേയാസ്ത്രം പ്രയോഗിച്ചു, പർജന്യം കൊണ്ട് തടുത്തു. ഇങ്ങനെ എല്ലാ അസ്ത്രങ്ങളും, ഘോരമായ യുദ്ധം എല്ലാം ശംഖചൂഡൻ തടുത്തപ്പോൾ മഹാദേവന്റെ ഈ ഒരു ക്ഷീണം ആരറിഞ്ഞു? ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീനാരായണൻ കണ്ടു. ശ്രീനാരായണൻ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, എന്താണ് ഇതിന് കാരണം? അപ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ് മഹാദേവൻ. എന്താ കേൾക്കുന്നതെന്നറിയോ? തുളസി പതിവ്രതയായിരിക്കുന്നിടത്തോളം കാലം, ശംഖചൂഡന്റെ കഴുത്തിൽ ഈ കൃഷ്ണ കവചം ഉള്ളിടത്തോളം കാലം അവനെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. ഉറപ്പായി എന്ത് ചെയ്യണം? തുളസിയുടെ പാതിവൃത്യം നശിപ്പിക്കണം. ശംഖചൂഡന്റെ കഴുത്തിലെ ആ കൃഷ്ണ കവചം ആരെങ്കിലും അഴിച്ചു വാങ്ങണം. ദേവേന്ദ്രൻ ചെന്നില്ലേ കർണനോട്, ആ കവചകുണ്ടലങ്ങൾ തരൂ എന്ന് പറഞ്ഞ്. ഇവിടെ വിഷ്ണു ഭഗവാൻ ധർമ്മരക്ഷാർത്ഥം എന്ത് ചെയ്യാന്നറിയോ? ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപം സ്വീകരിച്ച് ശംഖചൂഡന്റെ യുദ്ധക്കളത്തിൽ വന്നു. ശംഖചൂഡനോട് പറയാണ്, ഞാൻ ഭിക്ഷ യാചിച്ചു വന്ന ഒരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണ്യത്തെ എല്ലാവരും ബഹുമാനിക്കും. തൊഴുതു നിന്നുകൊണ്ട് ശംഖചൂഡൻ പറഞ്ഞു, ഭിക്ഷ തരാം, അങ്ങ് ചോദിക്കൂ, എന്ത് ഭിക്ഷയാണ് വേണ്ടത്? അപ്പോൾ ഈ വൃദ്ധനായ വിഷ്ണു ഭഗവാൻ ആ വൃദ്ധനായ ബ്രാഹ്മണ രൂപത്തിൽ നിന്നിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് ഭിക്ഷ തരാം എന്ന് സത്യം ചെയ്ത് തന്നാൽ എന്ത് വേണം എന്ന് ഞാൻ പറയാം. അപ്പം എന്ത് ചെയ്തു? സത്യം ചെയ്തു, എന്ത് വേണമെങ്കിലും തരാം, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്താ ചോദിച്ചേ? അങ്ങയുടെ കഴുത്തിൽ കിടക്കുന്ന ആ കൃഷ്ണ കവചം അതെനിക്ക് തരണം. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ശരിക്കും ഒരു മടിയില്ലായിരുന്നു ശംഖചൂഡന്. നമ്മളാണെങ്കിൽ ഒന്നും ശങ്കിക്കൂലേ, ഇതിൻ്റെ ശക്തിയിലാണല്ലോ ഞാൻ അതൂരി സന്തോഷത്തോടുകൂടി കർണൻ എങ്ങനെയാണോ ആ കവചകുണ്ടലങ്ങൾ കൊടുത്തത് ദാനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം ശരി എന്നും പറഞ്ഞ് യുദ്ധം ചെയ്യുക. ഈ കൃഷ്ണകവചം അണിഞ്ഞ ശംഖചൂഡന്റെ രൂപം പൂണ്ട വിഷ്ണു ഭഗവാൻ നേരെ എവിടേക്ക് പോയിണ്ടാവും? ശംഖചൂഡന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. എന്താ തുളസി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ധീരയോദ്ധാവായി ജയിച്ച് തിരിച്ചു വരാൻ വേണ്ടി പൂജാതി കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തുളസി ആ ധ്യാനത്തിൽ നിന്നും ഉണരാണ്. പുറത്ത് കാഹളം കേട്ടു. യുദ്ധകാഹളം കഴിഞ്ഞ് ഒരു ജയാരവും മുഴക്കുമല്ലോ, അങ്ങനെ ഒരു ശബ്ദം കേട്ടതായി തോന്നി. ഭഗവാന്റെ മായയാണ്. ഭഗവാൻ ശംഖചൂഡന്റെ രൂപത്തിൽ കൃഷ്ണകവചം ധരിച്ച് പുറത്തു വന്ന് നിൽക്കുക. വേഗം തുളസി ആദ്യം കിളിവാതിലൂടെ എത്ര നോക്കിയത്, വാതിൽ തുറന്നു. ഹേ പ്രാണനാഥ, യുദ്ധം അങ്ങ് ജയിച്ചോ അതോ യുദ്ധം നിർത്തിവെച്ചോ? നിർത്താൻ കുറേ ആപ്ലിക്കേഷൻ വന്നതാണല്ലോ. അപ്പൊ പറയാണ്, യുദ്ധം നിർത്തിവെച്ചില്ല, യുദ്ധത്തിൽ ഞാൻ ജയിച്ചു. യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ സന്തോഷമായി എന്താ ചെയ്യാം? ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞ് ഗോപിക്കുറിയൊക്കെ തൊടിയിച്ച് അകത്തേക്ക് കൊണ്ടുപോയി സ്വീകരിച്ചു. അവിടെ ആനയിച്ചിരുത്തി സന്തോഷമായിട്ട് എന്ത് ചെയ്യാന്നറിയോ? പോയി ഒന്നുകൂടി നന്നായി ചമഞ്ഞൊരുങ്ങി വന്ന് ആരതിയൊക്കെ ഒന്നും കൂടി ഒഴിഞ്ഞ് കുശലാന്വേഷണം നടത്തുക. യുദ്ധത്തിൽ ആരാരെയൊക്കെ തോൽപ്പിച്ചു, എങ്ങനെയൊക്കെയാണ് യുദ്ധം ചെയ്തേ. സ്ത്രീകൾ അങ്ങനെയല്ലോ, വിശദമായിട്ട് ചോദിച്ചറിയുമല്ലോ അമ്മമാർ. ഇപ്പോൾ ചോദിച്ചറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സന്തോഷം കൊണ്ട് എന്താ പറഞ്ഞെന്നറിയ ശംഖചൂഡൻ, നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ ജയിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ സ്ത്രീകൾക്കല്ല എല്ലാവർക്കും അപ്രീസിയേഷൻ ഇഷ്ടമാണല്ലോ. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണല്ലേ അങ്ങ് ജയിച്ചതെന്ന് കേട്ടപ്പോൾ ഗാഢമായിട്ടൊന്നുണ്ട് ആലിംഗനം ചെയ്തു. അങ്ങനെ വിഷ്ണു ഭഗവാൻ അവളുടെ കൂടെ രമിച്ചു, പാതിവൃത്യം നശിപ്പിച്ചു. പക്ഷേ കൂടെ രമിച്ച് കഴിഞ്ഞ് ആ സമയത്ത് സ്ത്രീ അവൾക്ക് മനസ്സിലായിത്രേ, ഇതെൻ്റെ പുരുഷനല്ല,
അവൾ നേടുന്ന സുഖം തലോടൽ പലതും വ്യത്യസ്തമാണ്. അങ്ങനെ തന്നെ ശിവപുരാണം പറയുന്നത്. മനസ്സിലാക്കിയ തുളസി അദ്ദേഹത്തെ തട്ടി മാറ്റിക്കൊണ്ട് നീ ആരാണ് എന്ന് ചോദിച്ചു. എന്തിനാണ് എൻ്റെ പാതിവൃത്യം നീ കവർന്നത്, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് തൻ്റെ വിഷ്ണു സ്വരൂപം കാണിച്ചു കൊടുത്തു. അപ്പോഴും തുളസിക്ക് സങ്കടം സഹിച്ചില്ല. എൻ്റെ പ്രാണനാഥനെ ഞാൻ വഞ്ചിച്ചു, നീ എന്നെ ചതിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ ശപിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇതേ സമയം ജ്ഞാനശക്തി കൊണ്ട് മഹാദേവൻ ആ യുദ്ധക്കളത്തിൽ നിന്ന് പാതിവൃത്യം നശിച്ച തുളസിയെ കുറിച്ച് മനസ്സിലാക്കി, ശംഖചൂഡന്റെ കവചം കൃഷ്ണകവചം നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി യുദ്ധം ഒന്നുകൂടി ഗംഭീരമാക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? മഹാദേവൻ ഈ ത്രിശൂലം ഇങ്ങോട്ട് എടുത്തു. ആ ത്രിശൂലം ഇവന്റെ നേരെ കയറിയ വൈഷ്ണവ ത്രിശൂലം. ശംഖചൂഡന്റെ അടുത്തേക്ക് ഇതുവരെ എത്ര ശൂലം എറിഞ്ഞാലും അതൊരു 5 നാഴിക അപ്പുറം പോയി വീഴുമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ശംഖചൂഡന്റെ നേരെ കത്തി ജ്വലിച്ചുകൊണ്ട് അത് ഇങ്ങനെ വരിക. അപ്പൊ ശംഖചൂഡന് ജ്ഞാനശക്തി കൊണ്ട് തപശക്തി കൊണ്ട് മനസ്സിലാവുകയാണ്, എൻ്റെ തുളസിക്ക് പാതിവൃത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ കഥ കഴിയാൻ പോവുകയാണ്. ആ സമയത്ത് എല്ലാ ആയുധങ്ങളും അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ശേഷം എന്താ ചെയ്തതെന്നറിയോ? യോഗസ്ഥനായി നിന്നുകൊണ്ട് ശ്രീകൃഷ്ണ മന്ത്രം ജപിച്ച് ഹേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അങ്ങോട്ട് സമാധിയാവാൻ വേണ്ടി റെഡിയായി നിന്നു. ആ രഥം തൃശൂലൻ ചെന്നതും കത്തിച്ചാമ്പലായി വെണ്ണീറായി അങ്ങോട്ട് വീണു. ആ സമയത്ത് ഇവിടെ തുളസി ശപിക്കാൻ തുടങ്ങുക, അങ്ങൊരു കല്ലായി മാറട്ടെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്റെ ശാപം ഇനി ഫലിക്കില്ല തുളസി, കാരണം നീ സാക്ഷാൽ ലക്ഷ്മിയാണ്. മാത്രമല്ല മനസ്സുകൊണ്ടൊരു പുരുഷനെ ആഗ്രഹിച്ചാൽ അവളുടെ പാതിവൃത്യം കഴിഞ്ഞു. നീ എന്നെ ലഭിക്കണമെന്ന് കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹിച്ചിരുന്നില്ലേ? കിട്ടിയില്ലാലോ. ഇപ്പോൾ ഈ ജന്മം നിനക്ക് എന്നെ കിട്ടി. മാത്രമല്ല ശംഖചൂഡൻ ഇപ്പോൾ എന്നിൽ തന്നെ ചേർന്നിരിക്കുന്നു, കൃഷ്ണനായി തന്നെ മാറിയിരിക്കുന്നു. അതിനർത്ഥം നിന്റെ ഭർത്താവ് ഞാൻ തന്നെയാണ്, നീ ലക്ഷ്മി ദേവിയാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയാം. അവിടെ തന്നെ അവൾ മരിച്ചു വീണു. ആ മരിച്ചു വീണ സ്ഥലം ഗണ്ഡകി നദിയായി ഒഴുകും, മന്ദാകിനിയായി ഒഴുകുന്ന പറയുന്നത്, അതും ഇന്ത്യയിലുണ്ട്. ഈ ഗണ്ഡകിയിൽ ഒഴുകുന്ന ജലത്തിനുള്ളിൽ കറുത്ത പാറക്കഷ്ണങ്ങളുണ്ട്. വലിയ പാറക്കഷ്ണങ്ങൾ ചെറിയ ജീവികൾ തുളച്ച് ചെറിയ ചെറിയ ഗോളങ്ങളാക്കും. അതാണ് സാളഗ്രാമം എന്നറിയപ്പെടുന്നത്. ഈ സാളഗ്രാമവും ശംഖും തുളസിയും ചേർത്ത് പൂജിക്കുന്നവൻ ഭഗവാന്റെ ഇഷ്ടതോഴനായി മാറുന്നതാണ് കഥ. ഈ സമയത്ത് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തുളസിക്ക് അനുഗ്രഹം കൊടുക്കുക, നിന്റെ മുടികൾ തുളസി ചെടികളായി ഈ ഭൂമിയിൽ ഇനിയും ഇനിയും വളരും. നീ എന്നും പവിത്രമായ പുഷ്പമായി എല്ലാവരും അറിയപ്പെടും. എന്നും ശ്രീഹരിക്ക് പ്രധാന പൂജാപുഷ്പം തുളസി നീയായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ തുളസി എന്നും ഹൈന്ദവന്റെ പുണ്യപുഷ്പമായി മാറി. ലക്ഷ്മി ദേവി തന്നെയാണ് തുളസി. രാധയുടെ ശാപം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നും ശിവപുരാണം പറയാം. ഇത്രയും കാര്യം പറഞ്ഞതിൽ സംശയം എന്താ? ഈ ചെറിയ ഒരു പ്രഭാഷണം മഹാദേവന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. പണ്ട് കാലത്ത് നടത്തിയ വലിയ വലിയ യാഗങ്ങൾ, രാജസൂയ യജ്ഞങ്ങൾ, അശ്വമേധ യാഗങ്ങൾ, കഠിന തപസ് അതിന് തുല്യമാണ് ഇപ്പോൾ നടത്തിയ ഈ ജ്ഞാനയജ്ഞം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി സർവം സദാശിവായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം